എപ്പോൾ അത് നഷ്ടമാണ്, ഇനി മുന്നോട്ട് പോയാൽ എനിക്കിത് ബാധ്യതയാണെന്നുണ്ട് ആ സെക്കൻഡിൽ അത് നിർത്തിക്കണം. ഒരു കാരണവശാലും മുന്നോട്ട് കൊണ്ടുപോകും. ഇനി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ കുട്ടികളുടെ ബുദ്ധിയിലും അവരുടെ വൈഭവത്തിലും ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളിലുമായിരിക്കും. നാസയ്ക്ക് പറ്റിയ അങ്ങനത്തെ ഒരു അൺഎക്സ്പെക്റ്റഡിനെ എക്സ്പെക്റ്റഡും അക്സെപ്റ്റഡുമാക്കി മാറ്റിയ എററാണ് നമ്മുടെ കൽപ്പന ചൗളയെ ആകാശത്ത് കരിച്ചു കളഞ്ഞത്. അതിൽ ഏറ്റവും കൂടുതൽ ഇത് എഫക്റ്റ് ചെയ്യുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. ഞാനൊരു കടുത്ത വിശ്വാസി എന്ന് വെച്ചാൽ ഞാനൊരു ആചാരവിശ്വാസിയല്ല, ആചാരങ്ങൾക്ക് പിന്നാലെ പോകുന്നതല്ല, അല്ലാത്തൊരു ദൈവവിശ്വാസിയാണ്. കടൽ ചെങ്കടലാണെങ്കിലും മോശം മുന്നോട്ട് പോകാൻ പറയുകയാണ് ഇസ്രായേൽ ജനത്തിനോട്. ആ കണ്ട ജനം മുഴുവൻ ഈ ചെങ്കടൽ പിളരുന്നതിന് മുൻപേ കൂടാരത്തിൻ്റെ കുറ്റികൾ ഊരിയ ഇസ്രായേൽ ജനത്തിൻ്റെ വിശ്വാസം. ഞാനിപ്പോൾ ഫ്രഷ് ടു ഹോം, ഇപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ വലിയ മറ്റേ പുള്ളിയാണ് അല്ലേ, 4000-5000 കോടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഉണ്ട്, വലിയ പുള്ളിയെ തല്ല എന്നൊക്കെ പറയും. നാളെ എനിക്കൊരു തകർച്ച, ഞാൻ ജീവിത അവസാനം വരെ ഫ്രഷ് ഹോം ഇങ്ങനെ നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിനൊക്കെ ഒരു തകർച്ച ഉണ്ടാവും, ഇതിനൊക്കെ ഒരു ക്ഷീണം ഉണ്ടാവും. അതുകൊണ്ട് എൻ്റെ മകൻ എല്ലാത്തിനും A+ മേടിച്ചത് കൊണ്ട് അപ്പുറത്തെ കൊച്ചും എല്ലാത്തിനും A+ മേടിക്കണം എന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കരുത്. എൻ്റെ കമ്പനിയിൽ അഭിമാനത്തോടെ പറയാം, ഇന്ന് വരെ ഒരു യൂണിയൻ്റെ ഒരു കൊടി പോലും ഇന്ന് വരെ പൊങ്ങിട്ടില്ല. ഒരു മെമ്പറും ഒരു യൂണിയൻ മെമ്പർ ആയിട്ടില്ല ഇതുവരെ. നാളെ എന്താവുമെന്ന് എനിക്കറിയില്ല. കേരളത്തിൽ അങ്ങേയറ്റത്ത് നിന്ന് ഇങ്ങേയറ്റം വരെ ചെയ്യാവുന്നൊരു കച്ചവടമാണ് ഞാൻ ചെയ്യുന്നത്. കാസർഗോഡുകാരനും ചെയ്യാം, കണ്ണൂരുകാരനും ചെയ്യാം, ആലപ്പുഴക്കാരനും ചെയ്യാം, തിരുവനന്തപുരംകാരനും ചെയ്യാം. നമ്മളെല്ലാവരും കടപ്പുറത്ത് താമസിക്കുന്നവരാണ്, കടൽ വളരെ അടുത്താണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന കച്ചവടം നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഇതുപോലെ ധാരാളം ബിസിനസ്സുകൾ നമ്മുടെ നാട്ടിലുണ്ട്, നമുക്കെല്ലാവർക്കും ചെയ്യാവുന്നത്. പക്ഷേ നമ്മളിൽ ഭൂരിപക്ഷം പേരും ഇപ്പോഴും ഒരു ട്രഡീഷണൽ ചെയ്ത് കാണിച്ച അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കണ്ട് പരിചയിച്ച വഴികളിലൂടെ പോകുന്നത് കൊണ്ടാണ് പല മേഖലകളിലും നമുക്കിപ്പോഴും അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റാത്തത് എന്നാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. പിന്നെ പൊതുവെ മലയാളികൾക്കുള്ളൊരു കുഴപ്പം, പ്രൊഫഷണലിസം എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ് നമ്മുടെ അടുത്ത് അല്ലേ? നിങ്ങൾ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആൾക്കാരാണ് നമ്മളില്ല. ഇന്ന് ആർക്കെങ്കിലും 3 ലക്ഷം രൂപ കൊടുക്കാനുണ്ടെങ്കിൽ അത് അവിടുന്ന് എടുത്ത് മറിച്ച് തിരിച്ച് അവനെങ്ങനെയും കൊടുക്കും. പിന്നെ നാളെ തൊട്ട് നമുക്ക് ഉറക്കമില്ല, അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അടുത്ത പണി. അങ്ങനെ നമ്മൾ ഈ വർക്കിംഗ് ക്യാപിറ്റലിനെ എടുത്ത് ഇങ്ങനെ റോൾ ചെയ്യുന്നതിൽ മലയാളികൾ ഭയങ്കര മിടുക്കന്മാരാണ്. ഈ റോളിംഗ് ആണ് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി കുഴി ചാടിക്കുന്നത്. ഇതാണ് എൻ്റെ അനുഭവം, ഞാനിതൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് ഈ റോളിംഗ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അല്ലെ ബിസിനസ്സിന് ഏതെങ്കിലും ഒരു തലത്തിൽ കൊണ്ട് ചാടിക്കും നമ്മളെ. കാരണം പണ്ട് നമ്മൾ പണത്തിന് മലയാളത്തിൽ നമ്മൾ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് ചക്രം എന്നാണ്. ചക്രം ഉരുളാൻ റെഡിയാണ്, നിങ്ങൾ ഉരുട്ടാൻ റെഡിയാണ്, അവൻ ഉരുണ്ടോണ്ടിരിക്കും. പക്ഷെ അത് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളെ അത് ഏതെങ്കിലും ഒരു കുഴി കൊണ്ട് ചാടിക്കും. അതുകൊണ്ട് നമ്മൾ ഫണ്ട് മാനേജ് ചെയ്യുന്നതും ബിസിനസ് മാനേജ് ചെയ്യുന്നതും രണ്ടും വളരെ പ്രധാനപ്പെട്ടതും വളരെ പ്രൊഫഷണലിസമായിട്ട് വേണം നമ്മൾ ചെയ്യാൻ. പ്രൊഫഷണലിസം എന്ന സാധനത്തിൻ്റെ കുറവ് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്, ഒരു സംശയമില്ല. ഞാനത് നിങ്ങളോട് പറയുമ്പോൾ ഞാൻ നിങ്ങളെക്കാളും വലിയ ആളാണെന്ന രീതിയിൽ നിങ്ങൾ കേൾക്കരുത്. ഞാൻ ഈ തെറ്റുകളൊക്കെ ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്നാണല്ലോ നമ്മൾ പഠിക്കുന്നത്. ഞാനൊരു കമ്പനിയിൽ 11 വർഷം ജോലി ചെയ്തായിരുന്നു. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളെപ്പോഴും പഠിക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം എന്നതിനപ്പുറത്ത് എന്ത് ചെയ്യരുത് എന്നായിരിക്കണം. ഞാൻ എൻ്റെ 11 വർഷത്തെ കമ്പനി ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചത് എന്ത് ചെയ്യരുത് എന്നായിരുന്നു. ഞാൻ അത് കഴിഞ്ഞ് പല ബിസിനസ്സുകൾ ചെയ്തപ്പോഴും ഓരോന്നും പൊട്ടുമ്പോഴും പൊളിയുമ്പോഴും ഞാൻ പഠിച്ചത് ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യരുത് എന്നായിരുന്നു. അങ്ങനെ നമ്മൾ ചെയ്യരുതാത്തതിനെ പഠിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളതെല്ലാം ചെയ്യാൻ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് നമ്മുടെ ബിസിനസ്സിൽ കൊണ്ടുവരണം, അത് ആദ്യത്തെ ദിവസം മുതൽ തന്നെ. പിന്നെ ഈ വലിയ മാർക്കറ്റിനെ ഞാനും നിങ്ങളും ഉപയോഗിക്കാതെ വരുമ്പോഴാണ് ആപ്പിളും കിയായൊക്കെ ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോണത്. ഇത്രയും വലിയൊരു മാർക്കറ്റ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ട് നമ്മൾ അതിനെ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ലോകത്ത് പല കമ്പനികളും വന്ന് ഈ മാർക്കറ്റിനെ പിടിച്ചുകൊണ്ട് പോകുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഇത് എഫക്റ്റ് ചെയ്യുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ ഇന്നുള്ള വലിയ ബിസിനസ്സുകാരൻ നിങ്ങൾ പറയുന്നവരുണ്ടല്ലോ, ആരെയും കുറ്റം പറയല്ല, എന്ന് പറയുന്നവരെല്ലാവരും ചെയ്യുന്നത് ലോകത്തിൻ്റെ ഏതോ എവിടെയൊക്കെയോ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളെ വിറ്റുമാറ്റുന്ന സൂപ്പർ മാർക്കറ്റുകളാക്കി കേരളത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും നിങ്ങളും റെഡിയാണ് അത് വാങ്ങാൻ. അങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റിലൂടെ വളർന്നു വരുമ്പോൾ എന്തുണ്ടാവും? 80% വരുന്ന അതിൻ്റെ പണം
നമ്മൾ ആ കടയിലേക്ക് കൊടുക്കുന്ന പണത്തിൻ്റെ 80%, അല്ല ചുരുങ്ങിയത് 70%, അത് ഉൽപ്പാദിപ്പിക്കപ്പെട്ട സംസ്ഥാനത്തേക്കോ ഉൽപ്പാദിപ്പിക്കപ്പെട്ട രാജ്യത്തേക്കോ പോകും. ബാക്കി 30% പൈസയാണ് നമ്മുടെ നാട്ടിൽ കിടന്ന് കറങ്ങുന്നത്. പണ്ട് 30% നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമായിരുന്നു. ഇപ്പം അതിൽ നിന്നൊരു 10-15% നോർത്ത് ഈസ്റ്റിലേക്ക് പോകും. കാരണം പണിക്കാർ കൂടുതൽ അവിടെ നിന്ന് വരുന്നവരാണ്. വീണ്ടും നമ്മുടെ നാട്ടിൽ തിരിച്ചു മറിക്കുന്ന പണത്തിൻ്റെ വോളിയം വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമുക്ക് എല്ലാ വർഷവും കടമെടുക്കേണ്ടി വരുന്നത്. കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ ഇത്രയധികം കടമെടുക്കേണ്ടിയിരുന്നില്ലാതിൻ്റെ ഏക കാരണം, നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോയെന്നറിയില്ല, നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തുപോയി ജോലി ചെയ്ത് പണം മുഴുവൻ ഇങ്ങോട്ട് അയച്ചുകൊണ്ടിരുന്ന പ്രവാസികളെന്ന ഒരു വിഭാഗമാണ്. ഒരു സംശയമില്ല. അന്നൊക്കെ പ്രവാസികൾ ചെയ്യുന്നത് അവിടെ പോയി 10 ദിറം കിട്ടുമെങ്കിൽ, അല്ലെ $10 കിട്ടുമെങ്കിൽ, $1 കൊണ്ടോ $1 ദിറം കൊണ്ടോ അവൻ അവിടെ ജീവിച്ചിട്ട് ബാക്കി 9 അവൻ്റെ സ്വന്തം ഭാര്യയും മക്കളും അപ്പനും അമ്മയും അടങ്ങുന്ന ഇങ്ങോട്ട് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ആ പണം കൊണ്ടാണ് നമ്മളിവിടെ ജീവിച്ചത്, ഒരു സംശയം വേണ്ടതിന്. ആ പണം കൊണ്ടാണ് അന്നത്തെ ബാങ്കുകളെല്ലാം നമുക്ക് ലോൺ തന്നത്. ആ പണം കൊണ്ടാണ് ഇവിടെ ബിൽഡിങ്ങുകൾ പണിതത്. ആ പണം കൊണ്ടാണ് ഇവിടെ കടകൾ തുടങ്ങിയത്, ഹോട്ടലുകൾ തുടങ്ങിയത്, എല്ലാം. പക്ഷേ ഇന്ന് അതേ പ്രവാസി അവൻ എന്തിനാണ് അന്ന് അങ്ങനെ ചെയ്തത്? സ്വന്തം ഭാര്യയെ കാണാൻ 2 വർഷം എടുക്കുന്ന ഒരു കാലത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ ഇന്ന് എന്ത് ചെയ്യുന്നു? അവന് $10 അല്ലെ $10 കിട്ടുന്നുണ്ടെങ്കിൽ അതവിടെ അവൻ 11 ആക്കാൻ നോക്കിയിട്ട് ഇവിടെ ഇരിക്കുന്ന അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും അങ്ങോട്ട് കൊണ്ടുപോകുന്ന കാലമാണിപ്പോൾ. അതുകൊണ്ട് ഇനി നിങ്ങൾ പ്രവാസികളുടെ പണം കിട്ടിയിട്ട് എൻ്റെ നാട് വലുതാകും, എൻ്റെ നാട് ജീവിക്കുമെന്ന് കരുതുകയേ വേണ്ട. നമ്മളുടെ നാട്ടിൽ ആവശ്യമുള്ളത് നമ്മൾ ഇവിടെ നിന്ന് കണ്ടെത്തിയില്ലെങ്കിൽ ഇതുപോലെ കടം മേടിച്ചുകൊണ്ടേയിരിക്കും. ഒരു ശരാശരി കേരളക്കാരൻ എത്രയാ? 3 ലക്ഷം 4 ലക്ഷം കടമായിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ മാറ്റാൻ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഒരു ക്രൈസ്തവ വിശ്വാസം നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ നമുക്കുണ്ടാവുന്നൊരു ധൈര്യമുണ്ടല്ലേ. ഞാനൊരു കടുത്ത വിശ്വാസി എന്ന് വെച്ചാൽ ഞാനൊരു ആചാരവിശ്വാസിയല്ല, ആചാരങ്ങൾക്ക് പിന്നാലെ പോകുന്നതല്ല, അല്ലാത്തൊരു ദൈവവിശ്വാസിയാണ്. ഈ വിശ്വാസം എനിക്കും നിങ്ങൾക്കും തരുന്ന ഒരു ബലമുണ്ട്. ആ ബലം നമ്മൾ എവിടെയൊക്കെ തകർന്നാലും എന്തൊക്കെ ഉണ്ടല്ലോ, ആ വിശ്വാസം നമ്മുടെ മുമ്പിലുള്ളപ്പോൾ, ഞാൻ നിങ്ങളോട് എൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പറയാം. പണ്ടൊക്കെ എനിക്കുണ്ടായിരുന്ന വിശ്വാസം, ഞാൻ വേദപാഠ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, മലയോട് മാറി നിൽക്കാൻ പറഞ്ഞാൽ മാറി നിൽക്കുമെന്ന് പറഞ്ഞു. എൻ്റെ വീട് ചേർത്തലയിലാണ്, പള്ളിപ്പുറം എന്ന വില്ലേജിലാണ്. എൻ്റെ അവിടുന്ന് ഒരു ബോട്ട് കടന്ന് അപ്പുറത്ത് ചെന്നാൽ വൈക്കാവും. അവിടുന്ന് പിന്നെ ഒരു ബസ് കയറിയാണ് എൻ്റെ ചാച്ചിൻ്റെ പെങ്ങളെ കെട്ടിച്ചിരുന്ന അവരുടെ വീട് കടുത്തുരുത്തിയിലാണ്. അപ്പോൾ കടുത്തുരുത്തിക്ക് പോകുന്ന വഴി 3-4 മലകളുണ്ട്. ഞാൻ വൈക്കത്തുനിന്ന് ബസ്സേ കയറുമ്പോഴും സ്വർഗ്ഗസ്വനാവും നന്മ പറഞ്ഞവൻ ചെല്ലും, മലയുടെ വാതിൽക്കൽ ചെന്നിട്ട് മല മാറി നിൽക്കാൻ പറയും. ഒരൊറ്റ മല ഇതുവരെ മാറിയിട്ടില്ല. പക്ഷെ ഇന്നാളെ പോലെ ഒരു 3 മല മാറിയായിരുന്നു. അതിൻ്റെ താഴത്ത് കുറച്ച് JCBയും കുറേ വലിയ ടിപ്പറും കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്തുകൊണ്ടെന്ന് പറയാം, ഞാൻ മാറി നിൽക്കാൻ പറയുന്നത് മാറിയേല എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അതാണ് എൻ്റെയും നിങ്ങളുടെയും വിശ്വാസത്തിൻ്റെ ബലം. പക്ഷെ ബൈബിളിലെ 2 ഭാഗങ്ങൾ നിങ്ങളോട് പറയാം. ഒന്ന്, പഴയ നിയമത്തിൽ മോശ ഇസ്രായേൽ ജനത്തിനെ കൊണ്ടുപോകുന്നൊരു കഥയുണ്ടല്ലോ, ആ സംഭവം അതിങ്ങനെ പോയിട്ട് അവർ ചെങ്കടലിൻ്റെ അവിടെ വന്ന് അവർ കൂടാരടിക്കുന്നുണ്ട്. അപ്പോൾ ചെങ്കടലിൻ്റെ അവിടെ കൂടാരടിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് അവരെ പിടിച്ചുകൊണ്ട് പോകാൻ ഫറവോയും സംഘവും പുറകെ വരുന്നുണ്ട്. അപ്പോൾ കുറേ നേരമായിട്ടും ഇവർക്ക് പിന്നെ മുന്നോട്ടോ വഴിയില്ല, മുമ്പിൽ ചെങ്കടൽ, അവിടുന്ന് അവർ വരുന്നു. അപ്പോൾ ഈ ഇസ്രായേൽ ജനം പിറുപിറുക്കുന്നുണ്ട് ഈ മോശയ്ക്കെതിരെ. പക്ഷെ എന്തൊക്കെ പിറുപിറുത്താലും മോശ ഒന്ന് പറയുന്നത് എൻ്റെ കർത്താവ് പറഞ്ഞിട്ടാണെന്ന അതിയായ ആത്മവിശ്വാസത്തിൽ അവൻ പറയുന്ന അവസാനം ഇവർ കേൾക്കും. അതാണ് അവരുടെ യാത്ര മുഴുവൻ ശ്രദ്ധിച്ചാൽ മതി. എന്തെല്ലാം പിറുപിറുക്കുണ്ടെങ്കിലും അങ്ങനെയാണ്. അപ്പോൾ ഈ ചെങ്കടൽ മുമ്പിൽ കിടക്കുന്നു, പുറകിൽ ഇവർ വരുന്നു. അപ്പോൾ മോശ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു എന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. മോശ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറയുന്നത് നീ മുന്നോട്ട് പോകുന്നവരാണ്. കടൽ ചെങ്കടലാണെങ്കിലും മോശ മുന്നോട്ട് പോകാൻ പറയുകയാണ് ഇസ്രായേൽ ജനത്തിനോട്. ആ കണ്ട ജനം മുഴുവൻ ഈ ചെങ്കടൽ പിളരുന്നതിന് മുൻപേ കൂടാരത്തിൻ്റെ കുറ്റികൾ ഊരിയ ഇസ്രായേൽ ജനത്തിൻ്റെ വിശ്വാസം. ആ വിശ്വാസമാണ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. അതുണ്ടോ എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനോട് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആ വിശ്വാസം എൻ്റെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ ആരെ പേടിക്കാനാണ്? ചെങ്കടൽ പിളർന്ന് വെച്ചിട്ടല്ല അവർ കൂടാരൂരി പുറത്തേക്ക് വന്നത്. ചെങ്കടൽ പിളരുന്നതിന് മുൻപേ അവർ കൂടാരത്തിൻ്റെ കുറ്റികൾ ഊരി. എൻ്റെ കർത്താവാണ് എന്നെ നയിക്കുന്നതെങ്കിൽ അവൻ എനിക്ക് വഴിയുണ്ടാക്കുമെന്ന അടിയുറച്ച വിശ്വാസത്തിൽ നിന്നാണ് ഇസ്രായേൽ ജനം കൂടാരത്തിൻ്റെ കുറ്റികൾ ഊരിയത്. ഇതുപോലെ തന്നെയാണ് പുതിയ നിയമത്തിലൊരു സംഭവമുണ്ട്. 5 അപ്പവും 2 മീനും. നിങ്ങളെ ബൈബിളൊന്ന് എടുത്ത് വായിക്കണം കേട്ടോ. ഇന്ന് പോയിട്ട് വീട്ടിൽ വെറുതെ വായിച്ചു പോരും, നിങ്ങൾ അതിൻ്റെ ഓരോ വാക്ക് നിർത്തി വായിക്കണം. അപ്പോൾ ആ കർത്താവിനോട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് 5000 പേരുണ്ട് ഇവിടെ, ഇവർക്ക് കഴിക്കാനൊന്നുമില്ല, എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി ചോദിക്കും, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അടുത്ത വാചകം നിങ്ങൾ ബൈബിൾ എടുത്ത് വായിച്ചോ. ഞങ്ങളുടെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്.
നെക്സ്റ്റ് വേർഡ് അതിങ്ങ് കൊണ്ടുവരൂ. അടുത്ത വാചകം, ശിഷ്യന്മാർ ജനങ്ങളെ പന്തികളിലിരുത്തി. നമ്മളൊക്കെ എപ്പോഴാണ് പന്തികളിലിരുത്തുന്നത്? നമ്മളെല്ലാം റെഡിയായി, നമ്മൾ ഒന്നുകൂടിയൊക്കെ നോക്കി ഓക്കെ റെഡിയെന്ന് കണ്ടാലാണ് ആൾക്കാർ പന്തികളിലിരുത്തുന്നത്. എൻ്റെ കർത്താവ് ഞങ്ങളോട് 5 അപ്പവും 2 മീനും അതിങ്ങ് കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ അവൻ ഇതിനുള്ള വഴിയുണ്ടാക്കുമെന്ന ശിഷ്യന്മാർ അടിയുറച്ച വിശ്വാസത്തിൽ നിന്നാണ് അപ്പവും മീനും വർദ്ധിക്കുന്നതിന് മുൻപേ ജനങ്ങളെ അവർ പന്തികളിലിരുത്തിയത്. ആ വിശ്വാസം എന്നിലും നിങ്ങളിലും ഉണ്ടെങ്കിൽ നമ്മളങ്ങ് പോകുക. ആരെ പേടിക്കാനാണ്? തകർച്ചകളൊക്കെ ഉണ്ടാവും, വീഴ്ചകളുണ്ടാവും. ഇതെല്ലാം ഇല്ലാത്ത ഞാനാണെങ്കിൽ ബിസിനസ്സിൽ നിങ്ങൾ ആരും ഒരുപക്ഷെ ഞാൻ നേരിട്ട് അത്രയും പ്രതിസന്ധികൾ നേരിട്ട ആൾക്കാരായിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്കിരുന്ന്. എൻ്റെ ഭാര്യയുടെ മക്കളുടെ മുമ്പിൽ ഇരുന്ന് കരയാൻ പറ്റാഞ്ഞിട്ട് തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് കടപ്പുറത്ത് പോകുമ്പോൾ തിരുവനന്തപുരത്ത് അന്ന് ഇന്നത്തെ പോലെ ഹോട്ടലൊന്നുമല്ല, ലോഡ്ജ് റൂം എടുത്തിട്ട് ഡോർ അടച്ചിട്ട് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒത്തിരി സംഭവങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെ പോകുമ്പോഴാണ് നമ്മൾ പഠിക്കുന്നത് എന്താണ് നമ്മൾ ചെയ്യരുതാത്തതെന്ന്. അങ്ങനെ പഠിച്ചു മാത്രമേ നമുക്ക് വളരാൻ പറ്റൂ. പക്ഷേ എല്ലാ തകർച്ചയുടെ പിന്നിലും നമ്മുടെ ഒരു വിശ്വാസം നമ്മുടെ കയ്യിലുള്ളപ്പോൾ ഉണ്ടാകുന്നൊരു ധൈര്യമുണ്ട്. നമ്മളെല്ലാവരും ചിലപ്പോൾ പണ്ടുള്ള ആൾക്കാർ കളിയാക്കി പറഞ്ഞാണ് കെ കരുണാകരൻ എല്ലാ 1-ാം തീയതിയും ഗുരുവായൂർ അമ്പലത്തിൽ പോകും. നമുക്ക് വേണേൽ പുറത്ത് അദ്ദേഹം ഡൽഹിയിലാണേലും ദുബായിലാണേലും ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും 1-ാം തീയതി സെറ്റ് ചെയ്ത് അവിടെ വരും. നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ കളിയാക്കാം അല്ലേ? ആ മനുഷ്യൻ 2-ാം തീയതി വന്നാൽ പോരെ, ഇത്രയും പൈസ മുടക്കി സർക്കാരിൻ്റെ കാശ് മുടക്കി എന്തിനാണ് അദ്ദേഹം 1-ാം തീയതി തന്നെ വന്നത്? പക്ഷെ 1-ാം തീയതി അവിടെ വന്ന് കയറുന്ന ദർശനം നടത്തുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു മാനസിക ധൈര്യമുണ്ട്. അത് അദ്ദേഹത്തെ അടുത്ത മാസത്തെ എല്ലാ പ്രതിസന്ധികളെയും നേരിടാൻ അദ്ദേഹത്തെ നയിക്കുന്നത് അവിടെയാണ്. അദ്ദേഹത്തിന് കിട്ടുന്ന ആരോഗ്യം, ശാരീരികമായും മാനസികമായും കിട്ടുന്ന ആരോഗ്യം അവിടെ നിന്നായിരിക്കും. എന്ന് പറഞ്ഞതുമാതിരി നമുക്ക് എല്ലാവർക്കും ഏതെങ്കിലും ഒരു തരത്തിലുള്ള അത്തരം ഏതെങ്കിലും ഒരു വിശ്വാസം നമ്മുടെ കൈമുതലായി ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും അതിനെ മുറുകെ പിടിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് ഞാൻ വിശ്വാസാദ്യം പറഞ്ഞത് നമ്മുടെ എല്ലാ നമ്മളെല്ലാവരും ഒരു കാത്തലിക്സ് ഇതിനായതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു ബിസിനസ്സിനുള്ളിൽ വിശ്വാസത്തെ കൂടി കൊണ്ടുവന്ന് ആ ധൈര്യത്തെ നമ്മൾ മുന്നിൽ കൊണ്ടുപോയാൽ ഉറപ്പായി നമുക്ക് എല്ലാ പ്രതിസന്ധികളെയും നേരിടാം. പ്രതിസന്ധികളെ നേരിടാണ്ടൊന്നും ഒരു ബിസിനസ്സുകാരന് വളരാൻ പറ്റില്ല, 100% ഉറപ്പാണ്. പ്രതിസന്ധികളും തകർച്ചകളും ക്ഷീണങ്ങളൊക്കെ ഉണ്ടാവും, അത് ഇതിനകത്തുള്ളതാണ്. ഇനി നിങ്ങൾ ആരെങ്കിലും അപ്പന്മാർ ഒത്തിരി പൈസ ഉണ്ടാക്കി വെച്ച് ഇറങ്ങി വന്ന മക്കളാണോ എന്നറിയില്ല. ഇത്രയും വലിയ മക്കളാണെങ്കിലും പ്രതിസന്ധി ഉണ്ടാവും. അനിൽ അംബാനി ഇപ്പോൾ ഇവിടെ നിൽക്കണം, നമ്മൾ നോക്കിയാൽ മതി. അതുകൊണ്ട് പണമുണ്ടായി എൻ്റെ അപ്പന് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, പൈസ ഉണ്ട്, എനിക്കൊരു തകർച്ച ഉണ്ടാകില്ല എന്നൊന്നും നമ്മൾ ധരിക്കണ്ട. അപ്പം നമുക്ക് എല്ലാത്തിനകത്തും നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചാൽ തീർച്ചയായും പ്രതിസന്ധികൾ നമുക്ക് തരണം ചെയ്യാൻ പറ്റും, ഒരു സംശയമില്ല. ഒരു ബിസിനസ്സുകാരൻ എപ്പോഴും വേണ്ടതേ കൂടെ നിൽക്കുന്ന ഒരു കുടുംബം ഉണ്ടാവണം. അത് ഇപ്പം ഞാൻ പറയുമ്പോൾ ബിസിനസ്സുകാരെ നമ്മൾക്ക് വേണ്ടി കുടുംബം നിൽക്കണമെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. നമ്മുടെ കൂടെ നിൽക്കുന്നവരാക്കി അവരെ നമ്മൾ മാറ്റണം. ഞാനിപ്പോൾ ഫ്രഷ് ടു ഹോം ഇപ്പം നിങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ വലിയ മറ്റേ പുള്ളിയാണ് അല്ലേ, 4000-5000 കോടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഉണ്ട്, വലിയ പുള്ളിയെ തല്ല എന്നൊക്കെ പറയും. നാളെ എനിക്കൊരു തകർച്ച, ഞാൻ ജീവിത അവസാനം വരെ ഫ്രഷ് ഹോം ഇങ്ങനെ നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിനൊക്കെ ഒരു തകർച്ച ഉണ്ടാവും, ഇതിനൊക്കെ ഒരു ക്ഷീണം ഉണ്ടാവും. ഇതൊക്കെ എപ്പോഴും തകർച്ചയും താഴവും വീഴ്ചയും മുകളിലും ഒക്കെ പോകും. ഇതൊക്കെ ബിസിനസ്സിനകത്ത് ഉള്ളതാണ്. അങ്ങനെ എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായാൽ ആരാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കണമെന്ന് അറിയോ? എൻ്റെ ഭാര്യ മക്കളുമാണ്. ഞാൻ രാവിലെ പിന്നെയും പാൻറ്റും കൊണ്ടിട്ട് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും. അവർ ഇന്ന് ജീവിക്കുന്ന സമൂഹത്തിൽ അല്ല, അവരുടെ ഇടവകയിൽ, അവരുടെ യൂണിറ്റിൽ, അവരുടെ സമൂഹത്തിനുള്ളിൽ അവർ നിൽക്കുന്ന ഒരു സ്റ്റാറ്റസ് ഉണ്ട് ഇപ്പോൾ ഇല്ലേ? അതൊക്കെ താഴെ പോവും. ഒന്നാമത് നമ്മുടെ ആൾക്കാർ ഈ അസൂയ മൂത്ത് നിൽക്കുന്ന കുറേ ജനമുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ചെറിയ ക്ഷീണം കണ്ടാൽ മതി തലേ കയറും. അപ്പം അവർ സ്ത്രീകളും കുട്ടികളും അനുഭവിക്കുന്ന ഒരു മാനസിക വിഷമത്തിൻ്റെ അത്രയും നമ്മൾ അനുഭവിക്കേണ്ടി വരികയില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണം അനുഭവിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിലുള്ളവരാണ്. ആ കുടുംബത്തിലുള്ള ഭാര്യയും മക്കളും എന്നോട് പറയുവാണ്, ഒരു പുതിയ കാര്യം പറയുമ്പോൾ ഗോ എഹെഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എന്തു നോക്കാനാണ്? അതുകൊണ്ട് നമ്മളെപ്പോഴും കൂടെ നിർത്തണം നമ്മുടെ കുടുംബത്തെ. കുടുംബം നമുക്ക് വേണം. നിങ്ങൾ ഒരുപക്ഷെ എല്ലാവരും പോയി പറയുന്നുണ്ടെന്ന് വൈകുന്നേരം വീട്ടിൽ ഇരിക്കുമ്പോഴേ എല്ലാം നിങ്ങൾ പറയണം. ചിലപ്പോൾ ആദ്യത്തെ 1-2 ആഴ്ചയൊന്നും അവർ കേൾക്കാൻ ഒരു ഇഷ്ടം ഉണ്ടാകില്ല. പിന്നെ നമ്മളിങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കണം അവരോട്. അങ്ങനെ കുറച്ച് പറയുമ്പോൾ ഇല്ല, അവരതിനകത്താകും. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളിത് കേൾക്കുന്നുണ്ട്, മക്കൾ അവരുടെ കഥകൾ പറയും. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനം കേൾവിയാണ്. കേൾക്കുക എന്നത് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാക്കുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. കുടുംബത്തിലായാലും ബിസിനസ്സിലായാലും. നമ്മൾ ബിസിനസ് ചെയ്യുന്നതാണെങ്കിൽ നമ്മുടെ ടീമിനെ നമ്മൾ കേൾക്കണമെന്ന്.
നമ്മൾ MD ആണ്, ഞാൻ പറയുന്നത് മാത്രം അവർ കേട്ടാൽ മതി എന്ന സ്വഭാവം നമ്മുടെ അടുത്ത് കളയണം. അവർ പറയുന്നതിനെ നമ്മൾ കേൾക്കണം. കുടുംബത്തിലായാലും ബിസിനസ്സിലായാലും ഒരു കടയിലായാൽ പോലും. ഈശോ 12-ാമത്തെ വയസ്സ് ബൈബിളിൽ നിന്ന് പോയിട്ട് പിന്നെ പുള്ളിക്കാരനെ കാണാൻ 30-ാമത്തെ വയസ്സിലാണ്. പുള്ളി എവിടെയായിരുന്നു വല്ല പിടിയുണ്ട. ഞാനിന്നാളൊരു ദുഃഖ വെള്ളിയാഴ്ച പ്രസംഗിക്കാൻ ഒരു അച്ഛൻ ഞാൻ പറഞ്ഞ അഭിപ്രായത്തോട് യോജിച്ചില്ല. ഇത് കഴിഞ്ഞപ്പോൾ അച്ഛന്മാർ അംഗീകരിക്കില്ലെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയുന്നു, ആ 18 വർഷക്കാലം ആ മനുഷ്യൻ ആ നാട്ടിൽ നടന്ന് മുഴുവൻ ആൾക്കാരെയും കേൾക്കുകയായിരുന്നു. സ്വജാതീയനെയും വിജാതീയനെയും വൃദ്ധരെയും കുട്ടികളെയും ചെറുപ്പക്കാരെയും കുഞ്ഞുങ്ങളെയും എല്ലാവരെയും അദ്ദേഹം 18 വർഷം കേട്ടപ്പോഴാണ് 18 വർഷം കഴിഞ്ഞ് ആ മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് അവരോട് പറയാൻ തുടങ്ങിയപ്പോൾ ആ ജനം മുഴുവൻ അദ്ദേഹത്തെ കേട്ടത്. ഇത് നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ. നമ്മളെ ആര് കേൾക്കുന്നോ അവരെ കേൾക്കാനാണ് എനിക്കും ഇഷ്ടം. അവർ പറയുന്നത് അനുസരിക്കാനാണ് ഞങ്ങൾക്കും ഇഷ്ടം. എല്ലാ മനുഷ്യരും അങ്ങനെ. മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങി വന്ന നേതാവായിട്ടല്ല. അദ്ദേഹം ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ട് ഇന്ത്യ മുഴുവൻ നടന്ന് സഞ്ചരിച്ചു. എല്ലാവരെയും അദ്ദേഹം കേട്ടു. അദ്ദേഹം മുഴുവൻ ആൾക്കാരെയും കേട്ടപ്പോഴാണ് ചിന്നിച്ചിതറി കിടന്ന 1000-ലധികം ഭാഷകൾ സംസാരിക്കുന്ന 3000-ലധികം തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ അരമുണ്ടുടുത്തവനെ പിന്നീട് കേൾക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് നമ്മൾ കുടുംബങ്ങളിലും കേൾവി എന്ന സാധനത്തിന് ഭയങ്കര വിലയുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ മയക്കുമരുന്നും സാധനങ്ങളിൽ അടപ്പെട്ടു വന്ന കുട്ടികളുണ്ടല്ലോ, അവരെ നോക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു IPS എൻ്റെ അടുത്ത സുഹൃത്താണ്. പുള്ളി എന്നോട് പറഞ്ഞു, ഇത് കുട്ടികൾ ഇങ്ങനെ പെടുന്ന കുട്ടികളിൽ 90% അടിസ്ഥാനം കുടുംബങ്ങളാണ്. നിങ്ങളുടെ മക്കളെ, എൻ്റെ മകനെ മകളെ ഞാൻ കേട്ടില്ലെങ്കിൽ അവനെ കേൾക്കാൻ ആരൊക്കെയോ ചുറ്റും ഇരിപ്പുണ്ടെന്ന്. അവരെ കേൾക്കും അവനെ ആര് കേൾക്കുന്നോ അവരോട് അവനെല്ലാം തുറന്നു പറയും, അല്ലെങ്കിൽ അവൾ പറയും. അതുകൊണ്ട് നമ്മൾ മാതാപിതാക്കൾ എന്ന നിലയിൽ, ഞാനിത് പറയുന്നത് കുടുംബത്തെ മാത്രമല്ല, നിങ്ങൾ ബിസിനസ്സിലും അത് പകർത്തണം. നമ്മൾ കേൾക്കണമെന്ന്, നമ്മുടെ ടീമിനെ നമ്മൾ കേൾക്കണം. ചിലപ്പോൾ നമ്മളെക്കാളും മണ്ടത്തരായിരിക്കും അവർ പറയുന്നത്. അവർ പറഞ്ഞോട്ടെ. എല്ലാവരെയും നമ്മുടെ ചുറ്റുവിരുത്തി നമ്മൾ അവർക്ക് അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കണം. അല്ലാതെ നമ്മൾ ഇതിൻ്റെ MD ആണ്, CEO ആണ്, ഞാൻ പറയുന്ന മുഴുവൻ നിങ്ങൾ കേട്ടാൽ മതി എന്ന് വേണമെങ്കിൽ പറയാം, തെറ്റില്ല. കാരണം നമ്മൾ ശമ്പളം കൊടുക്കുന്ന ആൾക്കാർ അവർ കേട്ടോളും. പക്ഷെ നമ്മൾ അവരെ കൂടി കേൾക്കുമ്പോൾ അവർക്കുണ്ടാവുന്നൊരു തുറവിയുണ്ട്. ആ കേൾവി നമ്മുടെ കുടുംബങ്ങളില്ലാണ്ട് പോകുമ്പോഴാണ് കുടുംബങ്ങളിലും ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് എല്ലാ ബിസിനസ്സുകാരും ഒരു കാര്യമുണ്ട്, നമ്മൾ വീട്ടിൽ പോയി പറയുമ്പോൾ ഒരു ഗുണം എന്നറിയാമോ, വൈകുന്നേരം വരെയുള്ള കുറേ ടെൻഷൻ മാറി കിട്ടും കുറച്ച് പകർന്നു കഴിയുമ്പോൾ. അതുകൊണ്ട് നമ്മളങ്ങ് പറയണമെന്നേ, ആദ്യമൊന്നും അവർ കേൾക്കില്ല, ഇരുത്തി പറയണം, കഥയങ്ങ് പറയണം. അപ്പോൾ അവരും കഥ പറയാൻ തുടങ്ങും. 1 ആഴ്ച 2 ആഴ്ച കൊണ്ട് നിങ്ങൾ ട്രാക്കിലാവും. ഇങ്ങനെ ഞാൻ പണ്ടേ ട്രാക്കിലായിരുന്നു. അപ്പോഴാണ് എൻ്റെ ബിസിനസ് തകർന്ന് തരിപ്പണായി. കുടുംബത്തിൽ ഒരു സന്തോഷക്കുറവില്ല, ഭയങ്കര ട്രാക്കില്ല. തകരുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഫ്രഷ് സീ ഫുഡ് എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് 11 വർഷം ഞാൻ എക്സ്പോർട്ട് ചെയ്തപ്പോൾ എനിക്ക് അത്രയും വർഷം കൊണ്ട് ഞാൻ സ്വന്തം കുറേ സ്ഥലങ്ങൾ വാങ്ങി, വണ്ടികൾ വാങ്ങി. നിങ്ങളിന്ന് കാണുന്നില്ല, വലിയ കണ്ടെയ്നർ പോലത്തെ വലിയ ഇൻസൈഡ് വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. കാറുണ്ട്, കാർ 3 കാറുണ്ട്, എല്ലാ സൗകര്യമായി. ഞാൻ നാട്ടിൽ കുറേ സ്ഥലമൊക്കെ വാങ്ങി, ഞാൻ നാട്ടിലെ വലിയ പുള്ളിയായി. ഇത് കഴിഞ്ഞപ്പോഴാണ് 2008 സാമ്പത്തിക ക്രൈസിസ് ഉണ്ടായത്. ലോകം മുഴുവൻ പ്രശ്നമായി. അമേരിക്കയിലെ ബാങ്കുകൾ പൊട്ടി, ആകെ പ്രശ്നത്തിലായി. ഒരു 2 വർഷം കൊണ്ട് ഞാൻ എക്സ്പോർട്ട് ചെയ്ത എൻ്റെ ചെറിയ രാജ്യങ്ങളെയും അത് ബാധിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്ന ദുബായും സിംഗപ്പൂരും ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഇത് ബാധിച്ചു. അങ്ങനെ പതിയെ എൻ്റെ ഫ്രഷ് ഫിഷിൻ്റെ എക്സ്പോർട്ട് താഴത്തോട്ട് പോകാൻ തുടങ്ങി. പക്ഷേ എനിക്ക് എല്ലാ ദിവസവും ചെയ്തേ പറ്റുള്ളൂ. കാരണം ഞാൻ വാക്ക് പറഞ്ഞിട്ട് അവരോട് ഇത്രയും വർഷത്തെ കച്ചവടം അവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റിയില്ല. അങ്ങനെ അതൊരു തെറ്റാകട്ടോ, അത് ഞാൻ പിന്നീട് പഠിച്ചതാണ്. എൻ്റെ അനുഭവത്തിൽ ഞാൻ പിന്നെ പറയാം. അവിടെയും ഞാൻ പഠിച്ചു എന്ത് ചെയ്യരുതെന്ന്. ഞാൻ ഇവർ പറയുന്നതനുസരിച്ച് ഓർഡർ എടുക്കും. $5 പറയും ഒരു തലേദിവസത്തിൻ്റെ. അതിൽ ഈ ഫ്രഷ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ മറ്റ് എക്സ്പോർട്ട് പോലെ LC ഒന്നുമില്ല. നമ്മൾ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. തലേദിവസം പറയും $5. നമ്മൾ ഉടനെ സാധനം $5 പോയി കടപ്പുറന്ന് വാങ്ങും. സാധനം കയറ്റി എല്ലാം വിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അന്ന് ഫാക്സാ ഉള്ളത്. ഇന്നത്തെ പോലെ ഇമെയിലൊന്നുമില്ല. ഫാക്സ് വരും, ഇവിടെ റേറ്റ് കുറഞ്ഞു പോയി, പ്രശ്നമാണ്, അതുകൊണ്ട് 4.80 എന്ന് പറയും. ഞാനിതെല്ലാം പിന്നെ പൊതിഞ്ഞ് കെട്ടി എയർപോർട്ടിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു വരുമ്പോൾ അടുത്ത ഫാക്സ് വന്ന് കിടപ്പുണ്ടാവും, ഇവിടെ രക്ഷയില്ല, 4.50 എന്ന് പറയും. ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ നഷ്ടപ്പെട്ട് നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല, ഞാൻ ഉണ്ടാക്കിയത് മുഴുവൻ വിറ്റ് തീർന്നു.
എൻ്റെ വീടും പറമ്പ് ഒഴിച്ച് എല്ലാ ദിവസവും. അപ്പോൾ വൈഫൊക്കെ അറിയുന്നുണ്ട് നമ്മൾ അവരുടെ ജീവിതത്തിനൊന്നും പട്ടിണി കിടക്കുക അങ്ങനെയൊന്നും വന്നിട്ടില്ലെങ്കിലും ഓരോ ദിവസവും നമ്മൾ ഉണ്ടായിരുന്നത് വിറ്റ് 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 10-11 വർഷം കൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മുഴുവൻ തീർന്നു. ഇപ്പോഴും നിങ്ങൾ അരൂരിൽ നിന്ന് ചേർത്തലയ്ക്ക് പോകുമ്പോൾ എരമല്ലൂർ ജംഗ്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണായ സ്ഥലത്തിൻ്റെ ഒരു സ്ഥലമുണ്ട്, ഹൈവേയുടെ സൈഡിൽ. ഇപ്പോൾ അവിടെ ഒരു ഹോട്ടലാണ്. അത് ഞാൻ കൊടുത്തവർക്ക്. നിങ്ങളേന്ന് അവരുടെ മുന്നാധാരം നോക്കിയാൽ കാണാൻ പറ്റും. അന്നൊക്കെ എനിക്ക് ആ സ്ഥലത്തിൻ്റെ അവിടെ കൂടി ഞാൻ അങ്ങോട്ട് കൊണ്ട് പോകുമ്പോൾ എനിക്ക് എൻ്റെ കണ്ണ് നിറയുമായിരുന്നു. കാരണം ഞാൻ എൻ്റെ അധ്വാനിച്ച് ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണ്, അതും ഹൈവേ സൈഡിൽ ഇത്തരം നല്ല സ്ഥലം, കണ്ണായ സ്ഥലം. അത് പോയല്ലോ എന്ന് പറയുമ്പോൾ അന്നൊക്കെ എനിക്ക് സങ്കടമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി, അന്ന് ഞാനത് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഫീൽഡിൽ പോലും ഔട്ടായി പോയേനെ. അപ്പോൾ അങ്ങനെ സങ്കടപ്പെട്ട് വിഷമിച്ച് എല്ലാ ദിവസവും, പക്ഷേ അതൊക്കെ ഉണ്ടെങ്കിലും അത്താഴം കഴിക്കുമ്പോൾ ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് ഇങ്ങനെ കഥ പറയും. അങ്ങനെ ഒരു ദിവസം വൈഫ് എന്നോട് ചോദിച്ചു, നമുക്ക് എന്ത് പറ്റി? കാരണം അന്ന് മാരുതിയാണ്, ഏതൊരു കാറ് ഒരാൾ അവസാനത്തെ വണ്ടി എടുത്തുകൊണ്ട് പോണ ദിവസമാണ്. അപ്പം അന്ന് വൈഫ് ചോദിച്ചു, നമുക്ക് എന്ത് പറ്റി, എന്താണ് പ്രശ്നം? അപ്പം ഞാൻ അവളോട് ഇത് കഥയൊക്കെ പറഞ്ഞു. എടി, ഇവിടുന്ന് ഇപ്പം 500 രൂപയ്ക്ക് മേടിക്കും, പക്ഷേ നമ്മൾ അവർക്ക് കൊടുക്കുന്നത് 450 രൂപ. അപ്പോൾ 50 രൂപ അതിനകത്തും പോയി, ബാക്കി എക്സ്പെൻസും കൂടി പോകുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും നഷ്ടത്തില്ല, വേറെ നിവർത്തിയില്ല. ഇങ്ങനെ അതെന്തുകൊണ്ടാണ് ഇവിടെ കുറയാത്തത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ത്യയിൽ ആ സാമ്പത്തിക ക്രൈസിസ് ഇന്ത്യയെ ബാധിച്ചിട്ടില്ല, ബാക്കി എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്നു. ഇവിടെ ഒരു ദിവസം പോലും നമ്മുടെ പർച്ചേസ് പവർ 1 രൂപ പോലും കുറയുന്നില്ല, പക്ഷേ മറ്റ് രാജ്യങ്ങളിലെ പർച്ചേസ് പവർ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ വൈഫ് ആലോചിച്ചിട്ട് ചോദിച്ചാണോ എന്ന് എനിക്കറിയില്ല. വൈഫ് എന്തായാലും അന്നേരം എന്നോട് ചോദ്യം ചോദിച്ചു, പിന്നെന്തിനാണ് നമ്മൾ ഈ വില കൂടിയ മാർക്കറ്റിൽ നിന്നെടുത്ത് വില കുറഞ്ഞ മാർക്കറ്റുകളിലേക്ക് കൊടുക്കുന്നത്? ഈ വില കൂടിയ മാർക്കറ്റിൽ തന്നെ വിറ്റാൽ പോരെ? പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങൾ കാണുന്ന ഫ്രഷ് ഹോമോ, സീറ്റ് ഹോമോ, ഞാനൊക്കെ എവിടെ എത്തി നിൽക്കുന്നോ അതിൻ്റെ മുഴുവൻ അടിത്തറ ആ ഒരൊറ്റ ചോദ്യമാണ്. ചിലതൊക്കെ കേട്ടാൽ നമുക്ക് കിടന്ന പിന്നെ ഉറക്കം വരും, കുത്തിക്കയറുമെന്ന് പറയില്ല എന്ന് പറഞ്ഞവരെ. അപ്പോഴാണ് ഞാൻ ശരിയാണല്ലോ എന്ന് എൻ്റെ മനസ്സിലും ഉണ്ടായി. അതുവരെ ഞാൻ ആരായിരുന്നു അറിയോ? അതുവരെ ഞാൻ എക്സ്പോർട്ടറായിരുന്നു, ഗമ വേറെയാണ്. സംഗതി നമ്മുടെ എന്താ പറഞ്ഞ അവസാനം വരെ പറഞ്ഞു പോയെങ്കിലും ഗമ വേറെ, എക്സ്പോർട്ടറാണ്. ഞാൻ പിറ്റേ ദിവസമാണ് ഇന്ത്യൻ മാർക്കറ്റ്. എൻ്റെ ഒരു സ്വഭാവ ദൂഷ്യമാണ്, പക്ഷെ ചിലയിടത്തൊക്കെ നല്ലതാണ്. നമ്മൾ എന്തെങ്കിലും കേട്ടാൽ പിന്നെ അതിൻ്റെ പുറകെ പോകും, അതിനെക്കുറിച്ച് ഇങ്ങനെ പഠിക്കും. ഇപ്പോഴും അങ്ങനെയാണ്. ചിലതൊക്കെ പഠിച്ചിട്ട് അവസാനം വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്, പക്ഷേ പിന്നീട് മനസ്സിലായി എൻ്റെ പഠിച്ചത് തെറ്റായി പോയാൽ ചെയ്യേണ്ടായിരുന്നു, അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചു. ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചപ്പോഴാണ് എൻ്റെ പോലെ കണ്ണ് തള്ളിപ്പോയി. അന്ന് ലോകത്തേറ്റവും എനിക്ക് ബിസിനസ് പ്രാന്ത് പിടിച്ചിട്ട് ഞാൻ ഈ ബിസിനസ്സുകാരെയും ബിസിനസ് നടത്തുന്നവരെയും ബിസിനസ് കമ്പനികളെ കുറിച്ച് ഇങ്ങനെ പഠിക്കുകയും എപ്പോഴും വായിക്കുകയും അറിയുകയും ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ ധീരുഭായ് അംബാനിയെ കാണാനൊക്കെ പോയിട്ടുണ്ട്. അന്ന് എനിക്ക് മനസ്സിലായി, ഇന്ത്യയിലെ മീൻ കച്ചവടം പോലും അന്ന് $50 ബില്യൺ അധികമായിരുന്നു. ആ വർഷത്തെ ഏറ്റവും വലിയ ബിസിനസ് എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നത് ഹോളിവുഡ് സിനിമയാണ്. ഹോളിവുഡ് സിനിമ ആ വർഷം $48 ബില്യൺ ഉണ്ടായിരുന്നു. ഇവിടുത്തെ പച്ച മീനിൻ്റെ കച്ചവടം $50 ബില്യൺ മുകളിലാണ്. അപ്പം എനിക്ക് മനസ്സിലായി, ഇതൊരു ചെറിയ മീനല്ല അല്ലേ, നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ പിന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ എങ്ങനെ ഇറങ്ങണം എന്നായിരുന്നു പിന്നത്തെ ആലോചന. അപ്പോൾ എൻ്റെ 2 അനുജന്മാരുണ്ട്, അവർ ഡൽഹിയിലാണ്. ഒരു അനിയൻ ഒരു പക്ഷേ നിങ്ങളോട് പറഞ്ഞ അറിയുമായിരിക്കും, അവനൊരു പത്രപ്രവർത്തകനാണ്. അവനാണ് നമ്മുടെ ഇന്ത്യയിലെ ആദർശ് ഫ്ലാറ്റ്, കുംഭകോണം, കോമൺവെൽത്ത് അഴിമതിയൊക്കെ പുറത്തു കൊണ്ടുവന്ന ജോസി ജോസഫ് എന്ന, നിങ്ങൾ ഗൂഗിളിലൊക്കെ അടിച്ചറിയും. ജോസി ജോസഫ് എൻ്റെ ഞങ്ങൾ 4 മക്കളിൽ 3ാമത്തെ ആളാണ്. അവൻ 2 പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്, ഫീസ്റ്റ് ഓഫ് വൾച്ചേഴ്സും സൈലൻറ്റ് കൂവും. അതിൻ്റെ സിനിമയൊക്കെ വരുന്നുണ്ട്. അവൻ്റെ പുതിയ പുസ്തകം ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നുണ്ട്, എ ബർത്ത് ഓഫ് എ നേഷൻ. നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ പുറകോട്ടുള്ള 20 ദിവസം എന്താണ് ഇന്ത്യയിൽ നടന്നത് എന്നാണ് ചരിത്രങ്ങൾ വെച്ചിട്ട് പറയുന്ന പുസ്തകം ഇപ്പോൾ ഇറങ്ങാൻ പോവുക. അപ്പോൾ അവനും അവൻ്റെ അനിയനും അവൻ്റെ ചേട്ടനുണ്ട്, എൻ്റെ നേരെ ഇളയാൾ, അവൻ മിലിറ്ററിയിലാണ്. അപ്പോൾ അവൻ്റെ വൈഫിനെയും ഇവർ 2 വൈഫിനെയും ഞാനും കൂടി ചേർന്ന്, എൻ്റെ വീട്ടുപേര് കരോണ്ട് കടവിലാണ്. ഞങ്ങൾ കരോണ്ട് കടവിൽ വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനി ഉണ്ടാക്കിയിട്ട് എന്ത് തീരുമാനിച്ചെന്ന് അറിയും? ബാംഗ്ലൂരും ഡൽഹിയിലും തിരുവനന്തപുരവും കൊച്ചി 4 സിറ്റിയിൽ 4 കടകൾ വീതം 16 കട തുടങ്ങാൻ വേണ്ടിയാണ് തീരുമാനമെടുത്തത്. അപ്പോൾ കടകൾ തുടങ്ങുകയാണ്. അന്നത്തെ മോസ്റ്റ് മോഡേൺ മീൻ വിൽപ്പന, അതിനപ്പുറത്തൊരു മീൻ വിൽപ്പന മോസ്റ്റ് മോഡേൺ ഇന്ത്യയിൽ ഇല്ലെന്നേരം. അങ്ങനെ കട തുടങ്ങാന്ന് വെച്ചാൽ, പക്ഷേ കടയിൽ അന്ന് എറണാകുളത്ത് MG റോഡിൽ 2 കടയുണ്ട്. ഒരെണ്ണം ഒരു സീ ഫുഡ് എക്സ്പോർട്ടർ കട, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പോൾ ആ കടയിൽ പോയി ഞാൻ ഇടയ്ക്ക് എല്ലാ ദിവസവും 1 കിലോ 1/2 കിലോ ഒക്കെ മീൻ വാങ്ങും, ആവശ്യമില്ലെങ്കിലും വാങ്ങും, എന്താണ് നടക്കണമെന്ന്. അപ്പോഴെനിക്ക് മനസ്സിലായി, കടയ്ക്കകത്തിരിക്കണോ പറഞ്ഞ കേൾക്കാനേ വിശ്വസിക്കാനേ തരവുള്ളൂ, അല്ലാതെ ഒരു സിസ്റ്റം ഇല്ല ഇവിടെ. അങ്ങനെ പിന്നെ കട വേണ്ട എന്ന് തീരുമാനിച്ചിട്ടാണ്
അപ്പോഴാണ് എങ്ങനെയെങ്കിലും നമുക്കൊരു മീൻ വിൽക്കാൻ വേണ്ടി അങ്ങനെ എൻ്റെ മനസ്സിൽ കയറിക്കൂടിയ സാധനമാണ്. എന്തുകൊണ്ട് തോന്നി എന്നെനിക്കറിയില്ല. അന്ന് എൻ്റെ മുമ്പിൽ ആകെയുള്ള ഒരു ഓൺലൈൻ എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ടാണ്. ഇന്ന് നിങ്ങൾ കാണുന്ന ഫ്ലിപ്കാർട്ടല്ല, പുസ്തകങ്ങൾ മാത്രം വിൽക്കുന്ന ഫ്ലിപ്കാർട്ടാണ്. പുസ്തക ഷോപ്പാണ്. ബിന്നി ബിൻസാലും സച്ചിനും സ്കൂട്ടറെ കൊണ്ടുവരുന്ന പുസ്തകങ്ങൾ വിൽക്കുന്ന കാലഘട്ടം. ഞാനിത് കൃത്യമായി പറയാൻ കാര്യം, അന്ന് ഫ്ലിപ്കാർട്ടിൽ സച്ചിനും ബിന്നിക്കും കിട്ടിയിരുന്നേക്കാൾ കൂടുതൽ ശമ്പളം മേടിച്ചുകൊണ്ടിരുന്നതാണ് അവിടുത്തെ അന്നത്തെ മാനേജർ. ലാസ്റ്റ് മിനിറ്റ് ഡെലിവറി കൈകാര്യം ചെയ്ത മാനേജർ നാഗരാജ് ഇന്ന് ഫ്രഷ് ഹോമിൻ്റെ ഞങ്ങളുടെ ലാസ്റ്റ് മിനിറ്റ് ഡെലിവറി നോക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത്ര കൃത്യമായി പറഞ്ഞത്. ആ കാലഘട്ടത്തിൽ ആണ് ഫ്ലിപ്കാർട്ട് ആണെന്നൊരു സാധനമാണ് ആകപ്പെടെ എൻ്റെ മുമ്പിലുള്ളത്. അങ്ങനെയാണ് ഓൺലൈനിൽ കൂടി മീൻ വിൽക്കാൻ തീരുമാനിച്ചു. ഞാനിത് പലരോട് ഈ ആശയം അന്ന് പങ്കുവെച്ചു. അപ്പോൾ ചിലർ പറഞ്ഞു വേറെ പണിയൊന്നുമില്ല നിനക്കെന്ന് ചോദിച്ച്. ചിലർ പറഞ്ഞു വരും ഇതൊക്കെ, പക്ഷെ അത് ഇപ്പം ഒന്നും നടക്കുകയല്ല, നാളെ കുറെ കഴിയുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഞാൻ അങ്ങനെ 2012 ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ സഹായത്തോടെയാണ്, അന്ന് പേര് seat2home.com എന്നായിരുന്നു. അങ്ങനെ seat2home.com തുടങ്ങി 3 മാസം കഴിഞ്ഞപ്പോഴാണ് ഫോബ്സ് മാഗസിൻ എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഈ ഫോബ്സ് എന്ന് ഞാൻ കേട്ടിട്ടുള്ളത് ധിരുഭായ് അംബാനിയുടെയൊക്കെ പേരൊക്കെ അടിച്ചു തന്നെ വലിയ മാഗസിൻകാർ എന്തിനാണ് ഈ മീൻ കച്ചവടക്കാരനെ തിരക്കണമെന്നായി. അപ്പോൾ അവരെന്നെ കാണാൻ 3 ദിവസം ഇവിടെ വന്നു, എൻ്റെ കൂടെ നടന്നു. 3-ാമത്തെ ദിവസം പോകാൻ നേരത്ത് അവരാണ് പറഞ്ഞത്, മാത്യു ഞങ്ങൾ നിങ്ങളെ കാണാൻ വന്നത് seat2home.com ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ ഫിഷ് മാർക്കറ്റ്. seat2home.com ആണ് ലോകത്തിലാദ്യമായി പച്ചമീനിനെ ഓൺലൈൻ എത്തിച്ചത്. seat2home.com ആണ് ലോകത്തിലാദ്യമായി പച്ചമീനിനെ ബ്രാൻഡ് ചെയ്തത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ജീവിക്കാൻ വേണ്ടി തുടങ്ങിയാണേലും ഇത് എവിടെയൊക്കെയോ ചെന്ന് കൊള്ളുന്നുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ അടുത്ത ഫോബ്സിൽ അവർ 3 പേജ്, എൻ്റെ ഇന്നത്തെ ഫോബ്സ് അല്ല കേട്ടോ, ഇന്നത്തെ ഫോബ്സ് നിങ്ങൾക്ക് വരണമെങ്കിൽ കുറച്ച് പൈസ കൊടുത്താൽ ഫോബ്സിൻ്റെ ഫ്രണ്ട് പേജിലേക്ക് വരാം. അന്ന് ഫോബ്സ് എന്ന് പറഞ്ഞാൽ ക്രെഡിബിലിറ്റിയുടെ അങ്ങേയറ്റാണ്. അവർ ലോകത്ത് കണ്ടുപിടിക്കും, അവർ യോഗ്യതകളെ കണ്ടെത്തി അവർ വന്നം. ആ ഫോബ്സിൻ്റെ കാലത്ത് 3 പേജ് അവർ എൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് 3 പേജ് വന്നു. പിന്നെ ഇന്ത്യയിലെ പത്രങ്ങളും ഇതുകാലെല്ലാവരും എന്നെ കവർ ചെയ്യാൻ തുടങ്ങി. കച്ചവടം പൂക്കുറ്റി പോലെ പോകണമെന്ന് പറയില്ല, അങ്ങനെയായിരുന്നു. 5 ഓർഡറിലാണ് എനിക്ക് seat2home തുടങ്ങി ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്നത്. എൻ്റെ ഫ്രണ്ട് ഒരു ഡോക്ടറുണ്ട്, ഒരു നടരാജൻ, ENT സർജനാണ്. അദ്ദേഹത്തിൻ്റെയാണ് ആദ്യത്തെ ഓർഡർ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഓർഡർ അടക്കം 5 ഓർഡറാണ് ഒരു ദിവസം ഉണ്ടായിരുന്നത്. ആ 5 ഓർഡർ ഉണ്ടായിരുന്ന seat2home പിന്നെ പറക്കുമായിരുന്നു. അങ്ങനെയാണ് 2014 ഇത് തുടങ്ങിയത് 12 14 മലയാള മനോരമ തിരുവനന്തപുരത്ത്, അന്ന് പത്രത്തിൻ്റെ കൂടെ മെട്രോ എന്ന് പറഞ്ഞൊരു പേപ്പറുണ്ട്, ഓർക്കുന്നുണ്ട്, ഒരു 4 പേജ് ഉണ്ടാവും മെട്രോ. തിരുവനന്തപുരത്തെ മെട്രോയിൽ ഞാൻ കടപ്പുറത്ത് നടക്കുന്ന ഫോട്ടോ ഒക്കെ വെച്ചൊരു സാധനം അടിച്ചു വന്നു. ഏകദേശം ഒരു 11 മണിയായപ്പോൾ 1000-ലധികം ആൾക്കാർ seat2homeൻ്റെ സൈറ്റിൽ ഇരച്ചു കയറി. seat2home അടച്ചു പൂട്ടിയത് സംഗതി എല്ലാം ക്രാഷായി. അപ്പോൾ എൻ്റെ ഒരു കുഴപ്പം എന്താണെന്നറിയാം, എനിക്ക് മീൻ കച്ചവടമൊക്കെ അറിയാം, പക്ഷേ ടെക്നോളജിയുടെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഈ സാധനത്തിനകത്തുകൊണ്ട് കയറ്റിയത്. പക്ഷേ ടെക്നോളജി എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല, വാട്ട്സ് ബിഹൈൻഡ് ദ സ്ക്രീൻ. അങ്ങനെ അടച്ചു പൂട്ടി 1 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഫോൺ വരുന്നത്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് മീൻ കിട്ടാത്തത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനിങ്ങനെ ടെക്നോളജി എൻ്റെ ഒരു അറിവ് കുറവുണ്ട്, അപ്പോൾ ഞാനൊരു ടെക്കിനെ തപ്പി നടക്കുവാണ്, അദ്ദേഹത്തിന് കിട്ടിയിട്ട് ഞങ്ങൾ 2ാമത് റീലോഞ്ച് ചെയ്യും, അപ്പോൾ നിങ്ങൾക്ക് മീൻ തരാം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പിന്നെ വീണ്ടും എന്നെ കാണാൻ വരുന്നു. അങ്ങനെ ഞങ്ങൾ ചർച്ച ചെയ്തു. അവരെല്ലാവരും seat2homeൻ്റെ ബാംഗ്ലൂരിലത്തെ സ്ഥിരം കസ്റ്റമേഴ്സ് ആയിരുന്നു. അപ്പോൾ ഈ ഓരോന്നും നമ്മൾ ഓരോന്ന് പഠിപ്പിക്കുന്നുണ്ട്. സമയം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, ഓരോന്നും എന്നെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ചിലതൊക്കെ അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ചിലതൊന്നും നമ്മൾ ചെയ്യരുതെന്ന് പറഞ്ഞത്. ഞാൻ ഈ അങ്ങനെയാണ് ഫ്രഷ് ഹോം ഉണ്ടാണ് 2015. പിന്നത്തൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ 2 വർഷം ഞാൻ ഈ എക്സ്പോർട്ട് കൊണ്ടു നടന്നല്ലോ. 2008 പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ 2012 വരെ ഇത് കൊണ്ടു നടന്നു. അതെന്തുകൊണ്ടാണെന്നറിയോ? അതെൻ്റെ ഞാനും നിങ്ങളോടങ്ങുന്ന മലയാളികളുടെ ഒരു കുഴപ്പമാണ്, ദുരഭിമാനം എന്ന് പറയുന്നത്. ചില ആൾക്കാരുണ്ട്, നമ്മളിൽ എന്ത് വന്നാലും എന്ത് നഷ്ടം വന്നാലും നമ്മൾ നിർത്തിയല്ല, നമ്മളത് കൊണ്ട് നടക്കും. കാരണം നാട്ടുകാരെന്ത് പറയും, ബന്ധുക്കാരെന്ത് പറയും, അവരെന്ത് വിചാരിക്കും എന്നും ഇതിനെ കൊണ്ട് ചുമന്നുകൊണ്ട് നടക്കുവാണ്. ഞാൻ എൻ്റെ ദുരഭിമാനം വെച്ച്, ഞാൻ എക്സ്പോർട്ടറായ ഞാൻ താഴത്തിറങ്ങാൻ മടിച്ചിട്ട് എൻ്റെ ദുരഭിമാനം കാത്തുസൂക്ഷിക്കാൻ വേണ്ടി ഞാൻ ഈ 4 വർഷം കൊണ്ടു നടന്ന് കഴിഞ്ഞ 12 വർഷം ഉണ്ടാക്കിയത് മുഴുവൻ തീർത്തത്. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ബിസിനസ് നിങ്ങൾ തുടങ്ങി നിങ്ങൾക്ക് ചെയ്യാവുന്ന മാക്സിമം ചെയ്തിട്ടും അത് നഷ്ടത്തിലാണ്, എനിക്കതൊരു ബാധ്യതയാണെന്ന് കണ്ട് അപ്പം നിർത്തിക്കണം. അതിന് ഏറ്റവും നല്ല ഉദാഹരണം റിലയൻസ് ഇന്ത്യയിൽ 10,000-കണക്കിന് പമ്പുകൾ തുടങ്ങി. ഇന്ന് എത്ര പമ്പുണ്ട്? എത്രയോ പമ്പ് കൂട്ടിപ്പോയി അല്ലേ? ചേർത്തലൊക്കെ പൂട്ടില്ലേ? എത്രയോ റിലയൻസ് പമ്പ് കൂട്ടിപ്പോയി. അതിനകത്ത് നമ്മൾ ഒരു ദുരഭിമാനം വെക്കരുതും. ഇതെൻ്റെ പോക്കറ്റ് കാലിയാക്കുമെന്ന് കണ്ടാൽ ആ സെക്കൻഡ് പൂട്ടിക്കണം. നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ കുഴപ്പമാണെങ്കിൽ നമുക്ക് മാനേജ്മെൻറ്റ് പുതിയ ആളെ വയ്ക്കാം, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് മാറ്റി നോക്കാം. ഒരു കാരണവശാലും നമ്മൾ ദുരഭിമാനത്തിൻ്റെ പേരിൽ നഷ്ടമായൊരു സാധനത്തെ ചുമന്നോട്ട് നടക്കരുതെന്ന് എന്നെ ആ കാലം എന്നെ പഠിപ്പിച്ചതാണ്.
അതുകൊണ്ട് ഒരിക്കലും നമ്മൾക്ക് ചുമന്നുകൊണ്ട് പോകാനാവില്ല എന്ന് കണ്ടാൽ അപ്പം സാധനം നിർത്തിക്കണം. ആൾക്കാരെന്തെങ്കിലും വിചാരിച്ചോട്ടെ, ജനങ്ങൾ എന്ത് പറയും, ബന്ധുക്കൾ എന്ത് വിചാരിക്കും എന്നൊന്നും നമ്മൾ വിചാരിക്കുകയോ ചെയ്യരുത്. നമ്മുടെ പൈസ ഒന്നും ഇല്ലെങ്കിൽ തിരിഞ്ഞു നോക്കാത്ത ബന്ധുക്കളാണ്, ഇല്ലേ? ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് പിണക്കം തോന്നല്ലേ? നമ്മുടെ പൈസയും ഇല്ല, കാശും ഇല്ല, വകുപ്പും ഇല്ലെങ്കിൽ നമ്മളെയും തിരിഞ്ഞു നോക്കിയാൽ അവൻ്റെ കല്യാണത്തിന് പോലും വിളിക്കുകയില്ല. പൈസയും കാശൊക്കെ വന്ന് ആദ്യം നമ്മളൊന്ന് വിളിക്കും. അതുകൊണ്ട് നമ്മൾ അവരെന്ത് പറയുന്നു, അവനെന്ത് വിചാരിക്കും, ഇതൊന്നും നോക്കി നമ്മുടെ ജീവിതം കൊണ്ട് കളയരുത്. നമ്മൾ ബിസിനസ്സിൽ എപ്പോൾ അത് നഷ്ടമാണ്, ഇനി മുന്നോട്ട് പോയാൽ എനിക്കത് ബാധ്യതയാണെന്നുണ്ട്, ആ സെക്കൻഡിൽ അത് നിർത്തിക്കോണം. ഒരു കാരണവശാലും മുന്നോട്ട് കൊണ്ടുവരും. അല്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും നമുക്ക് ബാധ്യത ആയിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ആ ബാധ്യത താങ്ങാനുള്ള വരുമാനം നോക്കി എവിടെയെങ്കിലും മന്നം. ഇപ്പം ഞങ്ങളിപ്പോൾ പറയാം, ഇന്ത്യയിലെ ഓൺലൈൻ കമ്പനികളെന്ന് പറയുന്ന എല്ലാ കമ്പനിയും നഷ്ടത്തിലാണ്, ഞങ്ങളടക്കം. സ്വിഗ്ഗി, സുമ എല്ലാം നഷ്ടത്തിലല്ലേ? ഒന്നും രണ്ടും അല്ല, 2000 കോടി 3000 കോടിയൊക്കെ നഷ്ടത്തിൽ. എന്തുകൊണ്ടാണ് അവർ കൊണ്ടു നടക്കുന്നത്? ഇതൊന്നും അവരുടെ പൈസയല്ലെന്ന്, ഇതൊന്നും ഒരു ബാങ്കിൽ പോയി ലോൺ എടുത്ത പൈസയോ അല്ല. എല്ലാം വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടഡ് കമ്പനികളാണ്. ആ ഇൻവെസ്റ്റ് ചെയ്തവനും അറിയാം ഈ കമ്പനി നാളെയും മറ്റന്നാളും ലാഭത്തിലാകില്ലെന്ന്. അവൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളും ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് നോക്കുമ്പോൾ നിങ്ങളും പണ്ട് ഇപ്പോഴും നമ്മൾ ചെയ്യുന്നത്, നമുക്കറിയാവുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് 3-4 സാധനം ഉണ്ടല്ലോ. ഒന്ന് പറമ്പ് മേടിക്കുക, ഫ്ലാറ്റ് മേടിക്കുക, പിന്നെന്താ, അങ്ങനെ കുറച്ച് ട്രഡീഷണൽ സാധനങ്ങളുണ്ട് നമ്മുടെ. ഈ സാധനത്തിന് അപ്പുറത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്നില്ല. ഇനി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ കുട്ടികളുടെ ബുദ്ധിയിലും അവരുടെ വൈഭവത്തിലും ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളിലുമായിരിക്കണം. നിങ്ങൾ 100 സ്റ്റാർട്ടപ്പുകൾ നിക്ഷേപിച്ചാൽ 95 സ്റ്റാർട്ടപ്പും പൊട്ടിപ്പോവും, ഒരു സംശയം വേണ്ട. പക്ഷേ 5 എണ്ണം മതിയെന്ന്, 2 എണ്ണം മതി. നിങ്ങൾ ഈ 100-നകത്ത് നിക്ഷേപിച്ചതിൻ്റെ ഇരട്ടി പൈസ കിട്ടും. ഫ്രഷ് ടോ എന്ന് പറഞ്ഞപ്പോഴേ ഞങ്ങൾ 1 കോടി രൂപ ഇടാൻ വേണ്ടി കുറേ ആൾക്കാർ പുറകെ നടന്നായിരുന്നു, ഒരു മനുഷ്യനിട്ടില്ല. മലയാളിയോട് പറഞ്ഞ ആദ്യത്തെ ചോദ്യം എന്നാണെന്നറിയോ? അടുത്ത മാസം അപ്പം എനിക്കെന്ത് കിട്ടുമെന്നാണ്. എനിക്കെന്ത് കിട്ടും എന്ന ചോദ്യത്തിലാണ് അവൻ ആദ്യം തുടങ്ങണത് തന്നെ. അതായത് അവൻ്റെ മനസ്സിലിരിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് ബാങ്കിനേക്കാൾ കൂടുതൽ പലിശ കിട്ടുമെന്നാണ് അവന് ചോദിക്കുന്ന സാധനം. അയ്യോ, അങ്ങനെ എന്തായാലും ഞങ്ങളുടെ ഇല്ല. ഭാഗ്യത്തിനാണോ നിർഭാഗ്യത്തിനാണോ ഫ്രഷ് ടു ഹോമിൽ ഇതുവരെ ഒരു മലയാളി ആദ്യകാലങ്ങളിൽ പൈസ ഇട്ടിട്ടില്ല. പക്ഷെ ആദ്യകാലം ചില പൂർണ്ണ ആൾക്കാരൊന്നും ഇട്ടായിരുന്നു. 1 കോടി ഇട്ടവന് ഇപ്പം 33 കോടി രൂപ കിട്ടും. അവനോട് തിരിച്ചു പോകാൻ പറഞ്ഞിട്ട് അവന്മാരും പോണുമില്ല. അവർക്കറിയാം, അവർക്കും ഞാൻ പറഞ്ഞ പോലെ അറിയാം ഫ്രഷ് ടു ഹോം ഇത് ഇങ്ങനെ തന്നെ മേലോട്ട് പോകുന്ന അവർക്കും ചിന്തിക്കുന്നതാണ്. അവരിതൊക്കെ എത്രയോ കമ്പനികളെ കാണുന്നവരാണ്. ഇതുപോലെ ലക്ഷക്കണക്കിന് നമ്മളവർ നിക്ഷേപിച്ച് കാണും. അവർക്ക് അതിനകത്ത് 99,000 കമ്പനിയും പൊട്ടിപ്പോയാലും കുഴപ്പമില്ലെന്ന്. അതുകൊണ്ട് നിങ്ങൾ സ്റ്റാർട്ടപ്പുകൾ നിക്ഷേപിക്കുമ്പോൾ 1 എണ്ണത്തിൽ 2 എണ്ണത്തിൽ നിക്ഷേപിക്കരുത്. ചെറിയ ചെറിയ എമൗണ്ട് നിങ്ങളൊരു 50 എണ്ണത്തിൽ നിക്ഷേപിക്കും, അല്ല 10 എണ്ണമെങ്കിലും നിക്ഷേപിക്കും. 1 എണ്ണം മതി, ബാക്കി നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തലത്തേക്ക് സാധനം കയറും. സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് നമ്മുടെ കേരളത്തിൽ ഉള്ള സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ടപ്പ് മിഷൻകാർ എന്നെ ക്ലാസ് എടുക്കാൻ വിളിക്കും. കഴിഞ്ഞിടയ്ക്ക് ഞാൻ സ്റ്റാർട്ടപ്പ് മിഷനിൽ പോയി. ഒരു ഐഡിയ പറയട്ടെ. ഞാൻ ക്ലാസ് കഴിഞ്ഞപ്പോൾ 2-3 സ്റ്റാർട്ടപ്പ് കമ്പനിക്കാർ പേഴ്സണലായിട്ട് കാണണമെന്ന് CEO പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ കാണാൻ വേണ്ടി സമയം കൊടുത്തു. അപ്പോൾ അതിലൊരു പാർട്ടിയുടെ സ്റ്റാർട്ടപ്പിൻ്റെ ഐഡിയ എന്നാണെന്നറിയോ? ഞാൻ കുറച്ചു നേരം ഇങ്ങനെ കേട്ടിരുന്നു. ഒന്നൊരു പറഞ്ഞാടാന്ന് ഞാൻ പറഞ്ഞവനോട്. നമ്മുടെ മുങ്ങിക്കപ്പലുകളില്ലേ, സബ്മറൈൻസിന് പാർക്കിംഗ് സ്റ്റേഷൻ കണ്ടുപിടിച്ച് കൊടുക്കുന്ന ജോലിയാണ് കുട്ടികൾ ചെയ്യണത്. നീ ഒന്നൊരു പറഞ്ഞേ. അതായത് ലോകത്ത് കടലിൻ്റെ അടിയിൽ കൂടി പോകുന്ന മുങ്ങിക്കപ്പലുകൾ ഇന്ന് നിങ്ങൾ എവിടെ പാർക്ക് ചെയ്യണം എന്ന പാർക്കിംഗ് സ്റ്റേഷൻ കണ്ടുപിടിച്ച് കൊടുക്കുന്ന ജോലിയാണ് അപ്പോൾ ചെയ്യണത്. എനിക്കത് കേട്ട് എന്നിട്ടും മനസ്സിലായില്ല. ഞാൻ വീട് നീ ഇതെന്തായി പറയണേ? നിങ്ങൾക്ക് കാലം മനസ്സിലായി കാണുമായിരിക്കും. അവൻ്റെ മുഴുവൻ കസ്റ്റമറും യൂറോപ്പും റഷ്യയിലുള്ള ആൾക്കാരാണ്. യൂറോപ്പും റഷ്യയും മാത്രമേ ഉള്ളൂ, അമേരിക്കക്കാരില്ലെന്ന് പറഞ്ഞു. മുങ്ങിക്കപ്പലിനോട് പറയുവാണ്, നിങ്ങൾ ഇപ്പോൾ പോകുന്ന അവിടുന്ന് ഇത്ര നോട്ടിക് മൈൽ അകലെ പോയി ഇത്ര അടി താഴത്ത് ഇത്ര സ്ഥലത്ത് കിടന്നോ, അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് നിങ്ങൾ സുരക്ഷിതരായിരിക്കും എന്നാണ് ഇവൻ പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ ഇത് നിനക്ക് എവിടുന്ന് കിട്ടും? അതവൻ കഴിഞ്ഞ 50 വർഷത്തെ ഡാറ്റകൾ, ഹിസ്റ്റോറിക് ഡാറ്റകൾ എടുത്തു വെച്ചിട്ടുണ്ട്. അവിടെ കൂടി ഏതെങ്കിലും ഒഴുക്കളിനി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, പിന്നെ എന്തോ ഇത്ര കിലോമീറ്ററിനുള്ളിൽ എന്തെങ്കിലും സാധനം ഒഴുകി വരുന്നുണ്ടോ തുടങ്ങിയുള്ള എല്ലാ സാധനവും അവർ പഠിച്ചിട്ട് പറയുകയാണ് ഇവരോട്. ഞാൻ ഇതുവരെ നിങ്ങൾക്ക് എവിടെയെങ്കിലും തെറ്റില്ല, 1 എണ്ണം പോലും തെറ്റിയിട്ടില്ലെന്ന് പറഞ്ഞു.
അത്തരം പിള്ളേരെ നമ്മുടെ മക്കളാണിത്, അല്ലാണ്ട് വേറെ ഫോറിനോ സായിപ്പൊന്നും അല്ല ഇത്. പിന്നെ ഞാനൊക്കെ സീ ഫുഡ് എക്സ്പോർട്ട് തുടങ്ങിയപ്പോഴേ കൊച്ചിയിൽ കപ്പലുകൾ വരുമ്പോൾ കേടുവരും. കൊച്ചി കപ്പൽ കേടുവരുമ്പോൾ മട്ടാഞ്ചേരിയുള്ള ആൾക്കാരുണ്ട്, അവർ മുങ്ങിയിട്ട് താഴത്ത് പോകും. താഴത്ത് പോയിട്ട് ഇവർ കണ്ടുപിടിച്ച്, ഇവർ ലൈറ്റൊക്കെ ഉണ്ട്, തലേ വയ്ക്കുന്ന ലൈറ്റൊക്കെ വെച്ച് കൊടുത്തിട്ട് അത് വെച്ച് കണ്ടുപിടിച്ചിട്ട് മോളിൽ വന്ന് എഞ്ചിനീയർമാരോട് വരച്ച് കാണിക്കുക, എന്തൊക്കെ ചെയ്യും. അതൊക്കെ സ്ഥിരം മുങ്ങൽക്കാരുണ്ട്. ഇപ്പം എന്നാ പറയുക, ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പുകാർ ചെയ്തേക്കണം, നമ്മുടെ ഫോട്ടോ എടുക്കാൻ മേലോട്ട് വിടിയല്ലേ, ഡ്രോൺ വിടിയല്ലേ, അത് കടലിനടിയിലോട്ട് വിടും. ഡ്രോൺ താഴെ പോയി ഇതെല്ലാം കണ്ടുപിടിച്ച് മുകളിലിരുന്ന പോലെ കമ്പ്യൂട്ടർ കൂടെ നോക്കി കാര്യങ്ങൾ കണ്ട് ചെയ്തു കൊടുക്കും. ഏകദേശം 70% വർക്കും ഡ്രോൺ തന്നെ അവിടുന്ന് ഓട്ടോമാറ്റിക്കലി അവർ ചെയ്യുമെന്ന് പറഞ്ഞു. ബാക്കി എന്തോ വലിയ കാര്യങ്ങളാണ് മാത്രം ആരോ മുങ്ങിപ്പോയാൽ മതി, ബാക്കിയൊക്കെ ചെയ്യും. ഇതൊക്കെ നമ്മൾ മലയാളി പിള്ളേർ കണ്ടുപിടിക്കണം. ഇത്തരം തലയുള്ള പിള്ളേരെ ഞാൻ എപ്പോഴും പറയാം, ഞാൻ കടലിൽ കിടന്ന മീനിനെയാണ് എടുത്ത് ഓൺലൈനിൽ വിറ്റതെങ്കിൽ ആകാശത്ത് നിന്ന് മീനുണ്ടാക്കി വിൽക്കുന്ന പിള്ളേരുണ്ട് നമ്മുടെ പുറകെ. അതുകൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ മുഴുവൻ ഈ സ്ഥലവും വീടും, ഇപ്പോൾ കുറച്ച് പേര് ഷെയർ മാർക്കറ്റും ഇതൊക്കെ അല്ലാണ്ട് നിങ്ങൾ സ്റ്റാർട്ടപ്പുകളെ കൂടി കണ്ണുവയ്ക്കണം. ഞാൻ ഈ കോളേജിലൊക്കെ പോകാൻ പറയും, നിങ്ങൾ വിജയിച്ച ബിസിനസ്സുകാരേക്കാൾ കൂടി നിങ്ങൾ പരാജയപ്പെട്ടവരെ വേണം കേൾക്കാൻ. അവരുടെ ജീവിതത്തിൽ വേണം നമ്മൾ പഠിക്കാൻ. എന്തുകൊണ്ട്? ആ ചോദ്യത്തിന് അവിടുന്ന് നമുക്ക് ഉത്തരങ്ങൾ കിട്ടും. അവരെ വേണം കേൾക്കാൻ. ഞാൻ അത് പറയാനും യോഗ്യനാണ്, കാരണം നിങ്ങളാരും എൻ്റെ അത്രയും തോറ്റിട്ടുള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഓരോ പരാജയത്തിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കുകയാണ്. പക്ഷെ ഒരു തെറ്റ് വീണ്ടും നമ്മൾ ആവർത്തിക്കരുത്. നമുക്കൊരു എറർ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സംഭവത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം നമ്മൾ ചെയ്യുമ്പോൾ ഒരു എറർ ഉണ്ടായെന്ന് വെച്ചു, അത് ഫസ്റ്റിൽ വരുമ്പോൾ നമുക്ക് എന്താണ്, നമുക്കൊരു അൺഎക്സ്പെക്റ്റഡ് എററാണ് അല്ലേ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു എററാണ്. പക്ഷെ ആ എറർ കൊണ്ട് നമുക്ക് ഒരു പ്രശ്നവുമില്ല. ആ എറർ വന്നതുകൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം അതുണ്ടാവും, നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, കാരണം അതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാകില്ല. അപ്പോൾ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നുള്ള എററിനെ പിന്നീട് പതിയെ എന്താവും, എക്സ്പെക്റ്റഡ് എററായി മാറും അത്. എന്നിട്ട് നമുക്കൊരു പ്രശ്നമില്ല, ആ എറർ വന്നുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മളതിന് ബേജാറാണ്. അപ്പോൾ നമ്മളതിനെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മളതെന്താക്കും, അതിനെ അക്സെപ്റ്റഡ് എററാക്കി മാറ്റും. പിന്നെ ആ എറർ വന്നില്ലെങ്കിൽ നമുക്ക് കുഴപ്പം, അതെന്താ പറ്റാതിരുന്നു തോന്നലായി. പക്ഷെ ഏതും എററാണ്, അവൻ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെവിടെയെങ്കിലും കൊണ്ട് തട്ടും. അതുകൊണ്ട് ഒരു പ്രാവശ്യം നമുക്ക് ഒരു ദോഷം ഉണ്ടായില്ലെങ്കിലും ആ എററിനെ നമ്മൾ അവിടെ വെച്ച് നിർത്തണം. ഇത് ഞാനും നിങ്ങളും മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുടെ ശാസ്ത്രന്മാരുടെ ഏറ്റവും വലിയ ആൾക്കാരെ നമ്മൾ വിശ്വസിക്കുന്ന നാസയ്ക്ക് പോലും ഇതുണ്ടായി. നാസയ്ക്ക് പറ്റിയ അങ്ങനത്തെ ഒരു അൺഎക്സ്പെക്റ്റഡിനെ എക്സ്പെക്റ്റഡും അക്സെപ്റ്റഡും ആക്കി മാറ്റിയ എററാണ് നമ്മുടെ കൽപ്പന ചൗളയെ ആകാശത്ത് കരിച്ചു കളഞ്ഞത്. അറിയാലോ അല്ലേ? അത് അറിയോ? അവരിങ്ങോട്ട് പോരുമ്പോഴേ ഒരു ഭാഗം അവിടെ വെച്ച് അടന്നു പോകും. അടന്നിട്ട് അത് ഇവർ തിരിച്ചിറങ്ങണ അതേലും തട്ടും. എപ്പോഴും അങ്ങനെ അത് അടന്നിട്ട് ഇതേ തട്ടിയിട്ടാണ് അത് മാറുന്നത്. അങ്ങനെ തട്ടുന്ന ആദ്യത്തെ പ്രാവശ്യം ഭയങ്കര പേടിയായിപ്പോയി അവർക്ക്. പക്ഷെ അത് തിരിച്ചിറങ്ങിയപ്പോൾ ഒരു കുഴപ്പമില്ല. അങ്ങനെ 2-3 പ്രാവശ്യം തിരിച്ചറിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ പിന്നെ അവർ തട്ടും, അതവർക്കറിയാം, അതൊരു സിസ്റ്റമായി മാറി. പിന്നെ ഇനിയിപ്പോൾ തട്ടും എന്നായി, തട്ടി. പക്ഷേ കൽപ്പന ചൗള പോയത് തട്ടിയത് അവിടെ ഉണ്ടായ ഒരു വിള്ളലിൽ നിന്നാണ് അവർ കത്തി ചാമ്പലായി പോയത് എന്ന് പറഞ്ഞതുമാതിരി അവർക്ക് പോലും പറ്റാമെങ്കിൽ നമുക്ക് പറ്റുമല്ലോ. അപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആവും, പിന്നെ എക്സ്പെക്റ്റഡ് ആവും, പിന്നെ അക്സെപ്റ്റഡ് ആവും. അതുകൊണ്ട് അത്തരം ഏത് ആയാലും എറർ നമുക്ക് പറ്റിയാൽ അത് അവിടെ വെച്ച് നമ്മൾ നിർത്തണം. ഒരു പ്രാവശ്യം പറ്റിയ തെറ്റ് വീണ്ടും ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതല്ലാത്തൊരു തെറ്റ് വീണ്ടും വരാം. അത് നമുക്ക് അതിനുള്ള പരിഹാരം ഉണ്ടാകാം. പക്ഷെ ഒരിക്കൽ സംഭവിച്ചത് വീണ്ടും സംഭവിക്കാൻ നമ്മൾ ഇട കൊടുക്കരുത്. ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ഈ മീൻകച്ചവടത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ. പിന്നെ നിങ്ങളിപ്പോൾ എല്ലാവർക്കും മക്കളുള്ളവരായിരിക്കും അല്ലേ? അതും കൂടി പറഞ്ഞാൽ നിർത്താം. നമ്മുടെ മക്കളില്ലേ, ഓരോ മക്കൾക്കും ഓരോരുത്തരിലും ദൈവം ഓരോന്ന് നിക്ഷേപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ മകൻ എല്ലാത്തിനും A+ മേടിച്ചത് കൊണ്ട് അപ്പുറത്തെ കൊച്ചും എല്ലാത്തിനും A+ മേടിക്കണം എന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കരുത്. ഇവരുടെ മകന് സ്കൂളിൽ ഫസ്റ്റ് ആയതുകൊണ്ട് എൻ്റെ മകനും സ്കൂളിൽ ഫസ്റ്റ് ആകണം എന്ന് ഞാൻ വാശി പിടിക്കരുത്. അവരുടെ മകനിൽ പഠിക്കാനുള്ള കഴിവാണ് കർത്താവ് കൊടുത്തതെങ്കിൽ എൻ്റെ മകനിൽ വേറെ ചിലത് കൊടുത്തിട്ടുണ്ടെന്നേ. അപ്പം നമ്മൾ മക്കളെ പഠിപ്പിക്കേണ്ടതും വീട്ടിൽ പ്രാർത്ഥിക്കേണ്ടതും നമ്മൾ പോകേണ്ടതും നമ്മൾ അന്വേഷിക്കേണ്ടതും എൻ്റെ കുഞ്ഞിൽ എന്താണ് ദൈവം നിക്ഷേപിച്ചിട്ടുള്ളത് എന്ന് മാത്രം അന്വേഷിച്ചാൽ മതി. ഞാൻ മീൻകച്ചവടം ചെയ്തെന്ന് നാളെ നിങ്ങളെല്ലാം കൂടി മീൻകച്ചവടം ചെയ്താൽ രക്ഷപ്പെടുക? പിടിയല്ല. നിങ്ങൾ ചെയ്യുന്നൊരു ബിസിനസ് ഞാൻ നാളെ ചെയ്ത് രക്ഷപ്പെടുക? രക്ഷപ്പെടിയല്ലെന്ന്. ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അവനവൻ്റെ പാഷൻ എന്തെന്ന് അവനവനാണ് കണ്ടെത്തേണ്ടത് അല്ലേ?
ഞാൻ താമസിക്കുന്നത് കൈതപ്പുഴക്കായലിൻ്റെ തീരത്താണ്. എൻ്റെ കൈതപ്പുഴക്കായലിൻ്റെ അങ്ങേക്കരയിലാണ് വയലാർ രാമവർമ്മ ശരത്ചന്ദ്രവർമ്മ താമസിക്കുന്നത്. അദ്ദേഹം വയലാർ രാമവർമ്മ അവിടെ നിന്ന് കൈതപ്പുഴക്കായലിലേക്ക് നോക്കിയപ്പോൾ കുറേ ഓളങ്ങളാണ് പുള്ളി എല്ലാ ദിവസവും കാണുന്നത്. പുള്ളി എഴുതി കൈതപ്പുഴക്കായലിലെ കാറ്റിൻ്റെ കൈകളിലെ മലയാളിക്ക് വളരെ പ്രധാനപ്പെട്ട വലിയൊരു പാട്ട് കിട്ടി നമുക്ക്. ആ മഹാനായ മനുഷ്യനെ ഞാൻ കമ്പയർ ചെയ്യുമല്ല, അതേ കൈതപ്പുഴക്കായലിലേക്കാണ് ഞാനും ദിവസവും നോക്കുന്നത്. എനിക്കൊരു ഓളത്തെയും കാണാൻ പറ്റില്ല. നമുക്കതിൻ്റെ അടിയിൽ കൂടി വേണം മീനിനെ കണ്ടാൽ. അതായത് ഓരോ മനുഷ്യനും ഓരോന്നിനെയും ഒരേ വസ്തുവിനെയാണെങ്കിൽ പോലും നോക്കുന്ന വിവിധമായ കോണുകളിലൂടെയാണ്. അങ്ങനെ നമുക്ക് എനിക്ക് ഞാനാകാനേ പറ്റൂ. എനിക്ക് വയലാർ രാമവർമ്മയാകാൻ പറ്റില്ല. ഇദ്ദേഹം പാട്ട് എനിക്ക് എന്നെ കൊണ്ട് നടക്കുക. ഇദ്ദേഹം മീൻ കച്ചവടം ചെയ്യാൻ പോയാലോ എപ്പോൾ പൊട്ടിയെന്ന് ചോദിച്ചാൽ മതി. അതുകൊണ്ട് ഓരോരുത്തരിലും ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന കഴിവുകൾ വേണം നമ്മുടെ കുട്ടികൾ വളർന്നത്. പണ്ടൊക്കെ നമ്മളൊക്കെ പഠിക്കുമ്പോൾ എന്ത് പറയും? ഒന്നെങ്കിൽ ഡോക്ടറാണോ, എഞ്ചിനീയറാണോ, ചാർട്ടേഡ് അക്കൗണ്ടാണോ, എങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ, വേറൊരു വഴിയില്ല, അല്ലേ? ഇന്ന് അതല്ല. ഇന്ന് നിങ്ങളുടെ മക്കൾക്ക് പടം വരയ്ക്കാനാണോ, പാട്ട് പാടാനാണോ, ഡാൻസ് കളിക്കാനാണോ, കബഡി കളിക്കാനാണോ, ഫുട്ബോൾ കളിക്കാനാണോ? ഞാനും നിങ്ങൾ ഉണ്ടാക്കേണ്ട ഇരട്ടി പൈസ ഉണ്ടാക്കുമെന്ന്. 15 വയസ്സുള്ള വൈഭവം ഉണ്ടാക്കുന്നില്ല. പരീക്ഷയ്ക്ക് പോലും വിട്ടില്ല അവൻ്റെ അപ്പൻ. നമ്മുടെ അപ്പനാണ് സമ്മതിക്കുക? സ്കൂളിൽ പോകാതെ ഒരു ദിവസം പരീക്ഷ എഴുതാതിരിക്കാൻ സംഭവിക്കുക നമ്മുടെ അപ്പന്മാർ. അതുകൊണ്ട് നമ്മൾ കാലം മാറുന്നതനുസരിച്ച് നമ്മൾ മാറണം. ഞാനിതൊരു കോളേജ് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ബാംഗ്ലൂർ, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാൻ പറയണ കബഡി കളിക്കാരൻ്റെ കഥ? ഇല്ല. എൻ്റെ ബാംഗ്ലൂർ ഞങ്ങളുടെ ഓഫീസ് തുടങ്ങിയപ്പോഴേ എൻ്റെ ഓഫീസും ഞങ്ങളുടെ ഫാക്ടറിയിൽ നിന്ന് കുറേ ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് കാറൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഈ ഓഫീസിൽ നിന്ന് ഒരു ബസ് കയറി വേണം ഫാക്ടറിയോടെ പോയി ഇറങ്ങണം. അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഒരു ചേട്ടനാണ്, എല്ലാം സ്ഥിരമായിട്ട് ആ ചേട്ടൻ്റെ ഓട്ടോയിലാണ് കയറി ഇങ്ങോട്ട് പോകണം. അപ്പോൾ ചേട്ടൻ എപ്പോഴും പറയും, എനിക്ക് ഒരു മകനേ ഉള്ളൂ, എന്തെങ്കിലും അവൻ പഠിച്ചിരുന്ന് നിങ്ങളുടെ കമ്പനിയിൽ ഒരു ജോലിയെങ്കിലും മേടിച്ചു കൊടുക്കാമായിരുന്നു. അവൻ എന്ത് ചെയ്യും? അവൻ കോളേജ് കൊണ്ടേ ആക്കിയാലും സ്കൂളിലാക്കിയിട്ട് അവൻ ഈ കബഡിയും കളിച്ച് നടക്കുവാന്ന് പറഞ്ഞു. പറഞ്ഞാലും മനസ്സിലായാലും പുള്ളി ഭയങ്കര വഴക്കാണ്. കുറേ നാൾ കഴിഞ്ഞ് നമുക്ക് കാറായി, നമ്മൾ ചേട്ടനെ അന്വേഷിക്കാതെയായി. ഒരു ഒന്നൊന്നര വർഷം മുമ്പ് ഞാൻ ആ ചേട്ടനെ കണ്ട്. പുള്ളിയുടെ മട്ടും പാവമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുള്ളിയെ കണ്ട് നിർത്തി സംസാരിച്ച് എന്തുണ്ട് വിശേഷം, ചായ കുടിച്ചിരിക്കുക ഞങ്ങളവിടെ. ഒരു ചെറിയൊരു കടയുണ്ടാവും, ചായ കുടിച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ മോൻ, അവനിപ്പോഴേ പൂനെയിലെ കബഡി ടീമിൽ മെമ്പറാണ്. അവൻ്റെ ഒരു വർഷത്തെ ശമ്പളം 60 ലക്ഷം രൂപയാണ്. ഇത് ഞാനൊരു കോളേജിൽ പറഞ്ഞു. അപ്പോൾ കോളേജ് ക്ലാസ് കഴിഞ്ഞിട്ട് അവിടുത്തെ പെൻഷൻ പറ്റാറായ സാറും പ്രിൻസിപ്പളും കൂടി എന്നെ പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്ക് കൊണ്ടുപോവാ. അപ്പോൾ ഈ സാറ്, നിങ്ങൾ പറഞ്ഞതൊക്കെ കൊള്ളാം, പക്ഷെ തള്ളം വെച്ചിട്ട് കുറച്ച് തള്ളണം കിട്ടണമെന്ന് പറഞ്ഞു. ഞാൻ എന്തോ പറ്റി സാറേ? ഇവിടെ കബഡി കളിച്ചാൽ 60 ലക്ഷം രൂപ കിട്ടുമായിരുന്നു, ഞാനൊക്കെ പണ്ടേ പണിക്ക് പോയില്ലായിരുന്നു. സാർ എന്നോട് ചോദിച്ചാൽ ഞാൻ പക്ഷെ ഒന്നും മിണ്ടാൻ പോയില്ല. പ്രിൻസിപ്പളും പുള്ളി അത് കേട്ട് പുള്ളിയും ചിരിച്ച്. പുള്ളിയും പെൻഷനായ ആറായിരുന്നു മനുഷ്യന്. തിരിച്ച് വന്നൊരു 2-3 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ വർഷത്തെ കബഡി ലേലം നടന്നത് ഇന്ത്യയിൽ. നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഇന്ന് ഈ വർഷത്തെ ഏറ്റവും കുറവ് 50 ലക്ഷമാണ്. 2 കോടി വരെയാണ് കബഡി കളിക്കുന്ന പിള്ളേർക്ക് കൊടുത്തത്. 2 കോടി. ഞാൻ ആ രണ്ടിൻ്റെയും മനോരമയുടെയും മാധുരിയുടെ ഫോട്ടോ എടുത്തിട്ട് ഈ സാറന്മാർക്ക് 2 പേർക്കും അയച്ചു കൊടുത്തു വാട്സപ്പിൽ. എന്നിട്ട് അടിയിൽ ഞാനൊരു സാറേന്ന് ഞാൻ വിളിച്ചില്ല, വേറെ സാധനം വിളിച്ചത്. ഞാൻ നിങ്ങളോട് പറയണില്ല. എടോ, ഈ ലോകത്ത് എന്ത് നടക്കുന്നുവെന്ന് അറിയാത്ത നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ എന്തോന്ന് പഠിപ്പിക്കാനാണോ എന്ന് ചോദിച്ചു. എൻ്റെ നിങ്ങളുടെയും കാലത്ത് 100 മാർക്ക് മേടിച്ചാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇതൊന്നും വേണ്ടെന്ന് ഈ കാലത്ത് അതല്ലാതെ ഒത്തിരി വഴികളുണ്ടെന്ന്. എൻ്റെ ആൻറ്റിയുടെ മോള് പടം വരയ്ക്കാൻ പോയാൽ നിങ്ങൾക്കറിയോ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല. ഡൽഹിയിലുള്ള എൻ്റെ ആൻറ്റി അങ്കിളിന് ഒറ്റ മോളേ ഉള്ളൂ. 2 പേരും അവിടുത്തെ വലിയ സർവകലാശാല സാറന്മാരാണ്, അപ്പനും അമ്മയും. ഒറ്റ മോളുണ്ട്. ഇവർ 10ാം ക്ലാസ് കഴിഞ്ഞാൽ അപ്പം തന്നെ തുടങ്ങുമല്ലോ. എന്താണ് എൻട്രൻസിനാക്കണം, മറ്റതിനാക്കണം, മറിച്ചതിനാക്കണം. ഈ കോച്ച് എന്ത് ചെയ്താൽ പഠിക്കല്? ഞാൻ ചെല്ലുമ്പോഴൊക്കെ പറയും, ഇവിടെ ഒന്നും ഉപദേശിക്കലാന്ന് പറയും. ഞാൻ ചെല്ലുമ്പോൾ കൊച്ചിൻ്റെ റൂം മുഴുവൻ പടം വരച്ച് വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ പലതരം പടങ്ങളാണ്. ഞാനോട് എൻ്റെ ആൻറ്റി ആ കൊച്ചുമല്ല പടം വരയ്ക്കാനും കൊണ്ട് ചേർക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറയാം. എന്തായാലും പൂനെയിലെ സിംബയോസിസ് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? സിംബയോസിസിൽ പടം വരയുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സിനെ കൊച്ചിനെ കൊണ്ട് ചേർത്ത്. ഇന്നാൾ അപ്പൻ പെൻഷൻ പറ്റി. അവിടുത്തെ വലിയ 2 യൂണിവേഴ്സിറ്റിയിൽ 2 പേരും പെൻഷൻ പറ്റിയപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന മോളില്ല. മോളെവിടെയാ? മോള് ലണ്ടനില്ല. ലണ്ടൻ കൾച്ചറൽ അസോസിയേഷനും ഇന്ത്യൻ കൾച്ചറൽ അസോസിയേഷനും ചേർന്ന് നടത്തുന്ന ചിത്ര പ്രദർശനത്തിന് കൊച്ചി ചിത്രം പ്രദർശിപ്പിക്കാൻ പോയിരിക്കുകയാണ്. അത്താഴം കഴിച്ചാണെങ്കിൽ അമ്മയ്ക്കൊരു മെസ്സേജ് വന്നു, അമ്മേ ഇന്ന് എൻ്റെ ഒരു പടമേ വിറ്റ് പോയുള്ളൂ, അറൗണ്ട് 3 lakhs. ഇംഗ്ലണ്ടിലെ സായിപ്പിന് 3 ലക്ഷം എന്ന് പറയണത് കപ്പലിൻ്റെ വിലയായിരിക്കും. ഞാൻ അപ്പനും നിങ്ങൾ 1-ാം തീയതി 30-ാം തീയതി വരെ 2-നും കൂടി കിട്ടുമോ? ഈ കഴിച്ച കിട്ടിയത് 2-ഉം കൂടി 1-ാം തീയതി 30-ാം തീയതി 2-നും കൂടി കിട്ടിയല്ലോ 3 ലക്ഷം രൂപ ഒറ്റപ്പടം. ഇതാണ് ലോകം.
ഇത്രയും വലിയ ലോകം, ഇത്രയും ചാൻസുള്ള ലോകത്താണ് നമ്മളെ 100-ൽ 100ഉം A+ ഇല്ലെങ്കിൽ പിള്ളേരെ ജീവിതം പോയെന്ന് പോയി നമ്മൾ ഇപ്പോഴും നടക്കുവാണ് പഴയ പോലെ. പിള്ളേരുടെ കഴിവ് കണ്ടുപിടിച്ചാൽ നമ്മൾ അവരിൽ ദൈവം എന്താണോ നിക്ഷേപിച്ചിരിക്കുന്നത് അത് കണ്ടെത്തിയാൽ മതി. നിങ്ങൾ ബാക്കി അവർ നോക്കിക്കോളും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ അവരെയൊക്കെ നമ്മൾ കേൾക്കണം കേട്ടോ. കേൾക്കാൻ നമ്മൾ ഇരുന്ന് കൊടുക്കണം. നമ്മൾ കേട്ടില്ലെങ്കിൽ അവരെ കേൾക്കാൻ വേറെ ആരൊക്കെ ചുറ്റും നിൽപ്പുണ്ട്. അങ്ങനെ നിങ്ങളും ഞാനും എൻ്റെയും നിങ്ങളുടെയും അപ്പനെയും അമ്മയെയും മക്കളെയും കേട്ടില്ലെങ്കിൽ നാളെ ഒരു കാലത്ത് നിങ്ങളുടെ ഇടവക്കാരും നാട്ടുകാരും യൂണിറ്റുകാരും എന്നെയും നിങ്ങളുടെയും കുടുംബത്തെക്കുറിച്ച് പറയേണ്ടത് നമ്മൾ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് കേൾക്കുക എന്നത് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് ആ കേൾവി എപ്പോഴും ഉണ്ടാവണം. ബിസിനസ്സിലും നിങ്ങൾ നിങ്ങളുടെ ഓഫീസിലുള്ള എല്ലാവരെയും കേൾക്കണം. ചെറിയ പിയൂണാണെങ്കിൽ അവനെയും കേൾക്കണം. ആ കേൾവി അവനിലും നമ്മളുണ്ടാക്കുന്നൊരു ബന്ധമുണ്ട്. ഇതെൻ്റെ കൂടി സ്ഥാപനമാണെന്നൊരു ഫീലിംഗ് അവനുണ്ടാക്കും. അതിന് നമ്മൾക്ക് വളരെ പ്രധാനപ്പെട്ട. ഞാൻ ബിസിനസ് തുടങ്ങിയത് ഇപ്പോൾ ഏകദേശം 39 വർഷമായി ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട്. എൻ്റെ കമ്പനിയിൽ അഭിമാനത്തോടെ പറയാം, ഇന്ന് വരെ ഒരു യൂണിയൻ്റെ ഒരു കൊടി പോലും ഇന്ന് വരെ പൊങ്ങിയിട്ടില്ല. ഒരു മെമ്പറും ഒരു യൂണിയൻ മെമ്പർ ആയിട്ടില്ല ഇതുവരെ. നാളെ എന്താവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതുവരെ ഉണ്ടായിട്ടില്ല. അന്ന് യൂണിയനൊക്കെ കത്തി നിൽക്കുന്ന സമയമാണ് നോക്കണം നിങ്ങൾ. ഇപ്പോഴല്ല, അന്ന് യൂണിയനൊക്കെ കത്തിക്കേറി മനുഷ്യരെ കൊല്ലാക്കൊല ചെയ്യുന്ന ഒരു സമയത്തും ഞാൻ ജോലി ചെയ്തതും ഞാൻ തുടങ്ങിയതുമായ ഒരു സ്ഥാപനത്തിലും ഒരാൾ പോലും ഒരു യൂണിയൻ മെമ്പറായി വന്നിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞത്, ഇതിപ്പോൾ ഞാൻ നിങ്ങളെക്കാളും വലിയ മഹാനാണെന്ന് നിങ്ങൾ ധരിക്കരുത്. ഞാൻ ഓരോ സ്ഥലത്തുനിന്ന് ഞാൻ ജോലി ചെയ്ത കമ്പനിയിൽ നിന്ന് ഞാൻ പഠിച്ച ചില പാഠങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടപ്പാക്കിയതുകൊണ്ടാണ് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് നമ്മൾ കേൾക്കുക എന്ന സാധനത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം. ബിസിനസ് ഞാൻ പറഞ്ഞില്ല, ബിസിനസ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങളെല്ലാവരും ചിലപ്പോൾ വലിയൊരു ബിസിനസ്സുകാരായിരിക്കാം. നിങ്ങളതുകൊണ്ട് പ്രൊഫഷണൽ രീതിയിൽ മാനേജ് ചെയ്യണം. പണത്തെ റോള് ചെയ്യരുത്. നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിനെടുത്ത് കളിക്കരുത്. വർക്കിംഗ് ക്യാപിറ്റലെടുത്ത് മകളുടെ കല്യാണം നടത്തുക, പെര വയ്ക്കുക, പറമ്പ് മേടിക്കുക, കാറ് മേടിക്കുക തുടങ്ങിയുള്ള കലാപരിപാടികൾക്കൊന്നും പോകരുത്. നിങ്ങൾ വളരെ ശാന്തമായി സ്വസ്ഥമായി. നമ്മൾ എന്തിനാണ് ബിസിനസ് ചെയ്യണമെന്നറിയോ? വൈകുന്നേരം സമാനത്തിക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല, പിന്നെ എന്ത് കാര്യത്തിനാണ് ചെയ്തിട്ട്? ഞാൻ പണ്ട് ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അന്ന് എനിക്ക് ഇതുപോലെ നിങ്ങളുടെ മുമ്പിൽ 10 മിനിറ്റ് ഒന്നും നിൽക്കാൻ പറ്റില്ലായിരുന്നു. ഇന്ന് പക്ഷേ ഞാൻ ആ സിസ്റ്റമാറ്റിക്കായി വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, എനിക്കൊരു ടീം ഉണ്ടായപ്പോൾ, എൻ്റെ ഭാര്യയോടും മക്കളോടുമൊപ്പം നിങ്ങളോടൊപ്പം ഒക്കെ ഇങ്ങനെ ചിലവഴിക്കാൻ ഒത്തിരി സമയം കിട്ടുന്നുണ്ടെന്ന്. ഇപ്പം എനിക്ക് വേണം ഒരു ബിസിനസ് കൂടി ഞാൻ തുടങ്ങാം. അന്ന് പക്ഷേ ഞാൻ ചെറുതായിരുന്നു ചെയ്തപ്പോഴും എനിക്ക് മറ്റൊന്നിനെക്കുറിച്ച് ആലോചിക്കാനേ പറ്റിയില്ല. 3 മണിക്കൂറായിരുന്നു ഉറങ്ങിയിരുന്നത്. അതെല്ലാം മാറി. അത് 1-2 വർഷമല്ല, 10-15 വർഷം ഞാൻ 3 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ. ഇന്നതല്ലേ, ഞാൻ 8 മണിക്കൂർ കിടന്നുറങ്ങിയാൽ അവിടെ കിടന്ന് ഉറങ്ങിക്കോളൂ, ഒരു കുഴപ്പമില്ല. അതിങ്ങനെ ഈ യന്ത്രം ചലിക്കുന്ന പോലെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അതിനൊരു ടീമിനുണ്ടാക്കിയതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ലോകത്തെവിടെയും പറന്ന് നടന്ന് കച്ചവടം ചെയ്യാനുള്ള എല്ലാ ടെക്നോളജിയും നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾ ബിസിനസ്സിനെ പ്രൊഫഷണലാക്കി മാനേജ് ചെയ്യണം. എല്ലാവരും ടീമിനെ ഉണ്ടാക്കണം. എല്ലാവരും അന്യോന്യം കേൾക്കണം. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളും ഇതെല്ലാത്തിനും അപ്പുറം നമ്മുടെ വിശ്വാസത്തെ നമ്മൾ മുറുകെ പിടിക്കുകയും ചെയ്താൽ ഉറപ്പായും നിങ്ങൾക്കും എനിക്കും ഇതിലും വലിയ ഉയരങ്ങളിൽ എത്താൻ പറ്റുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. താങ്ക് യു. You can just introduce and you can. എൻ്റെ പേര് സെഞ്ചി സെബാസ്റ്റ്യൻ. ഞാൻ റബോണൈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി നടത്തുന്നത്. അപ്പോൾ ഫിനാൻഷ്യലായിട്ടുള്ള പല പ്രശ്നങ്ങളും പല ബിസിനസ്സുകളും കഴിഞ്ഞിട്ട് തുടങ്ങിയതാണ്. അപ്പം വർക്കിംഗ് ക്യാപിറ്റലിനെ തൊട്ട് കളിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞല്ലോ. അപ്പോൾ 3 കുട്ടികൾ പഠിക്കുന്നുണ്ട്, നല്ല സ്കൂളിലാണ് വിട്ട് പഠിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഫീസ് കൊടുക്കാൻ നേരത്ത് കൈ കാശുണ്ടാകില്ല, ലോൺ എടുത്ത് തീർന്നിട്ടുണ്ടാവും, അത്യാവശ്യം EMI ഉണ്ട്. അപ്പം എടുക്കാൻ പറ്റുന്നത് കമ്പനി എടുത്തിരുന്ന ലോണ് ഓടിയായിരിക്കും നമുക്ക് എടുക്കാൻ പറ്റുക. അപ്പം അതേ തുടരുതെന്ന് പറഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ അടുത്ത് ബ്ലേഡ് എടുക്കുകയോ അല്ലെങ്കിൽ വേറെ ലോൺ അന്വേഷിക്കുകയോ വേണ്ടി വരും. അതിനെന്തായിരുന്നു ഒരു സൊല്യൂഷൻ പറയാം? ഞാൻ വർക്കിംഗ് ക്യാപിറ്റലിൽ തുടരുതെന്ന് പറഞ്ഞതേ, നമ്മൾ ലോൺ എടുത്ത് ഇപ്പോൾ ബ്ലേഡ് കൊടുക്കുക അതിലും വലിയ കുഴപ്പത്തിലല്ലേ ലോണ്, അതിലേക്ക് പോരുത്. നമ്മൾ ബിസിനസ്സിന് വേണ്ടി എടുത്ത ലോണാണെങ്കിൽ, ഇപ്പം ഞാൻ ജീവിക്കുന്ന ഞാൻ പറയാം. ഇപ്പം നിങ്ങൾ ഓർക്കും ഫ്രഷ് ടു ഹോമിൻ്റെ ആളാണ് ഇയാൾ, എല്ലാ ദിവസവും കോടികളിട്ട് അമ്മാനമാണ്. എൻ്റെ കയ്യിലൊന്നും 5 പൈസ ഇല്ല. ഞങ്ങൾക്കെല്ലാവർക്കും, ഞങ്ങൾ കോ ഫൗണ്ടേഴ്സ് എല്ലാവർക്കും ഒരു മാസം കൃത്യമായൊരു സാലറി പോലത്തെ ഒരു എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ട് വേണം നമ്മൾ ജീവിക്കാൻ. പിന്നെ നമ്മുടെ പൈസയിലും ഞങ്ങളുടെ ഷെയറുണ്ട്. ഷെയർ കിട്ടിയാൽ നിങ്ങൾ പറഞ്ഞാൽ 10, 200, 300 കോടിയൊക്കെ കിട്ടുമായിരിക്കും ഓരോരുത്തരുടെയും. പക്ഷേ അത് വിൽക്കാമായിരിക്കാം, IPO വരുമായിരിക്കും, അതൊക്കെ വേറെ കാര്യം. പിന്നെ നമുക്ക് അത്യാവശ്യം ഒരു ജീവിതത്തിലെ ആവശ്യം വരുമ്പോഴൊക്കെ പൈസ വരുന്നുണ്ട്.
പക്ഷെ ഞങ്ങൾ എല്ലാ മാസവും ഒരു നിശ്ചിതമായൊരു എമൗണ്ട് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് വേണം നമ്മൾ ജീവിതം സെറ്റ് ചെയ്യാൻ. അല്ലാതെ എനിക്ക് വേണമെങ്കിൽ നാളെ പുറത്ത് പറമ്പ് വയ്ക്കാൻ എളുപ്പമുണ്ട്, പുതിയ കാർ എടുക്കാം, ഇങ്ങനെ കാര്യങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാമല്ലോ, ചിലവുണ്ടാക്കാൻ ഒരു കാര്യമില്ല. അപ്പം നമ്മൾ ജീവിതത്തെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് നമ്മുടെ വരുമാനത്തിനനുസരിച്ചുള്ള ഒരു സെറ്റ് ഉണ്ടാക്കണം നമ്മൾ. അല്ല നമ്മൾ വെറുതെ അനാവശ്യമായി പൈസ ചെലവ്. കാരണം നമ്മളങ്ങനെ ചിലവഴിക്കാൻ കാര്യം ഈ പറഞ്ഞ പോലെ ഇപ്പുറത്ത് പൈസ ഉണ്ടല്ലോ, നമുക്ക് മറിക്കണമെങ്കിൽ ഉണ്ടല്ലോ എന്നുള്ള വിശ്വാസത്തിലാണ് ചെയ്യുന്നത്. അതങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ വേറൊരു തലത്തിൽ ജീവിച്ചേനെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു മാസത്തിൽ നമുക്ക് എടുക്കാവുന്ന ഒരു എമൗണ്ട് ഉണ്ട്, ആ എമൗണ്ടിനുള്ള ജീവിതം നമ്മൾ ജീവിച്ചാൽ മതി എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. നിങ്ങൾ സ്കൂട്ടറിൽ നടന്നാണ് ബിസിനസ് തുടങ്ങിയതെങ്കിൽ ആദ്യത്തെ 2 വർഷക്കാലമെങ്കിലും നിങ്ങൾ സ്കൂട്ടറിൽ തന്നെ നടക്കണം. ഞാൻ പറയുന്നത് ജീവിതം ആസ്വദിക്കണമെന്നോ, ഞാനിന്ന് ജീവിതം എല്ലാ തലത്തിലും ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ ഞാനിതിനു വേണ്ടി ഒരുങ്ങിയ കുറേ വർഷങ്ങളുണ്ട്. ആ ഒരുങ്ങിയ വർഷങ്ങൾ നമുക്ക് എല്ലാവർക്കും വേണം. ഇതൊക്കെ എൻ്റെ അഭിപ്രായം കേട്ടോ, ഇത് ചിലപ്പോൾ സെറ്റാകാം. ഇതെൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ആർഭാട ജീവിതങ്ങൾക്ക് വേണ്ടിയാണ് കൂടുതലും, മറ്റുള്ളവരെ കാണിക്കാനാണ്. എൻ്റെ മകളുടെ കല്യാണം നടത്താൻ എൻ്റെ വീട് 5,000 ആണെങ്കിൽ എൻ്റെ 6,000 ആകണം, സ്ക്വയർ ഫീറ്റ് പണിയണം എന്നുള്ള നമ്മുടെ വ്യക്തിപരമായ ചില താല്പര്യങ്ങളിൽ നിന്ന് നമ്മൾ അനാവശ്യമായ ഫണ്ടിനെ എടുത്ത്, ബിസിനസ്സിൻ്റെ ഫണ്ട് എടുത്ത് മറിക്കുന്നതിനെ കുറിച്ചാണ് ഞാനത് പറഞ്ഞത്. അത്യാവശ്യം മക്കൾക്ക് ഫീസ് അതിന് എടുക്കണതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതൊക്കെ ചെറിയ എമൗണ്ടുകളല്ലേ. അല്ലാതെ നമ്മൾ കാണിക്കുന്ന ചില കസുർത്തുകളുണ്ട്. ഇപ്പം ഞങ്ങളുടെ സീ ഫുഡ് എക്സ്പോർട്ട് മേഖല നിങ്ങൾ തിരക്കി അറിയാം. എല്ലാ സീ ഫുഡ് എക്സ്പോർട്ടേഴ്സും ഭയങ്കര പ്രശ്നത്തിലാണ്. ഓരോ പ്രശ്നങ്ങളും ഇപ്പോൾ അത് യുദ്ധം വന്നിരിക്കുന്നു. ഞങ്ങളുടെയും ഒരു 8 കണ്ടെയ്നർ വെള്ളത്തിൽ എവിടെയോ കിടപ്പുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പ്രശ്നങ്ങൾ ഓരോന്നിങ്ങനെ വരുമ്പോഴും നമുക്കിങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് ഞങ്ങളെ ഫണ്ട് മാനേജ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യത്തിലാണ്. സീ ഫുഡ് എക്സ്പോർട്ടേഴ്സ് എല്ലാം ഭാര്യയ്ക്ക് മാർക്കറ്റിൽ പോകാൻ BMW, പുള്ളിക്ക് ബാങ്കിൽ പോകാൻ ബെൻസ്, ഇങ്ങനെ തുടങ്ങിയൊരു ജീവിത സാഹചര്യത്തിൽ ജീവിച്ച ആൾക്കാരുണ്ട്. ആ സാഹചര്യങ്ങൾ അവരെ കൊണ്ടെത്തിക്കുന്ന ചില കുഴപ്പങ്ങളുണ്ട്. ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അവർക്ക് എഴുന്നേറ്റ് നിൽക്കാനേ പറ്റാത്ത അവസ്ഥയിലായി. അടുത്തൊരു 10 വർഷത്തിൽ ഞാൻ പറയാം, കേരളത്തിൽ സീ ഫുഡ് ഇൻഡസ്ട്രിയെ ഗവൺമെൻറ് ഇടപെട്ട് ഏതെങ്കിലും തലത്തിലെത്തിച്ചില്ലെങ്കിൽ സീ ഫുഡ് ഇൻഡസ്ട്രി അടുത്തൊരു 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ സീ ഫുഡ് ഇൻഡസ്ട്രി നിന്നു പോകുന്നതായിട്ടൊരു സംശയമില്ല. ഞാനൊക്കെ സീ ഫുഡ് ഇൻഡസ്ട്രി വരുമ്പോൾ കേരളമായിരുന്നു ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത്. കഴിഞ്ഞ വർഷത്തെ ഡാറ്റ കേരളം 4ാം സ്ഥാനത്താണ്. ഈ മാർച്ച് 30 തീരാൻ പോകുന്ന ഡാറ്റ വരുമ്പോൾ ഞാൻ ഉറപ്പ് പറയാം 5ാം സ്ഥാനത്തോ അല്ലെങ്കിൽ 6ാം സ്ഥാനത്തോ ആയിരിക്കും. ഇതാണ് നമ്മുടെ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം. ഇതിനെ നമ്മൾ നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ടേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിത നിലവാരം നമ്മൾ തീരുമാനിക്കണം, ഞാൻ ഏത് ലെവലിൽ ജീവിക്കണം എന്ന്. ഈ 5ൽ നിന്ന് 6ലേക്ക് പോകാൻ, അല്ലെങ്കിൽ 5-6 സ്ഥാനത്തിലേക്ക് കേരളം പോകാനുള്ള ഒരു ബേസിക് റീസൺ എന്ന് പറയുന്നത് വേറെ സ്റ്റേറ്റുകൾ അതനുസരിച്ച് ബിസിനസ്, വേറെ സ്റ്റേറ്റുകൾ പുതിയ പുതിയ ബിസിനസ്സുകൾ കണ്ടെത്തി, പുതിയ പുതിയ മാർഗങ്ങൾ കണ്ടെത്തി. ഞാനൊക്കെ ഈ സീ ഫുഡിൽ ഇറങ്ങുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റിപ്പോയിരുന്നത് മീനുകളാണ്. ഇപ്പം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നെയ്മീൻ. അന്ന് നെയ്മീനൊന്നും നമ്മുടെ വീടുകളിൽ മേടിക്കില്ല, അതൊക്കെ സായിപ്പിനുള്ളതാണ്. ഇന്ന് സായിപ്പ് തിന്നണേക്കാൾ കൂടുതൽ നെയ്മീൻ നമ്മൾ കഴിക്കും. ഇന്നലെ ഞാനിവിടെ കടപ്പുറത്ത് നിന്ന്, നമ്മുടെ ഫോർട്ട് കൊച്ചി കടപ്പുറത്ത് വൈകുന്നേരം എടുത്തത് എനിക്ക് തോന്നുന്നു 890 രൂപ ഉണ്ടായിരുന്നു 1 കിലോ. കടപ്പുറത്ത് ഞാൻ എടുത്ത നെയ്മീൻ. അതേ സാധനം ദുബായ് മാർക്കറ്റിൽ ഇന്ന് ഞാൻ എടുത്ത 670 രൂപയ്ക്ക്. മനസ്സിലായി? അത് ആ നമ്മുടെ ലോക്കൽ മാർക്കറ്റ് ഭയങ്കര ബൂം ചെയ്തു. അതനുസരിച്ച് എക്സ്പോർട്ടിൻ്റെ മാർക്കറ്റിനെ നമ്മളൊന്ന് ടേൺ ചെയ്യിക്കേണ്ടിയിരുന്നു. അത് നമ്മൾ ചെയ്തില്ല. നമ്മളിപ്പോഴും ആ ട്രഡീഷണൽ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സാധനം മനസ്സിലാക്കി ആന്ധ്ര, ഒറീസ തുടങ്ങിയ സംസ്ഥാനങ്ങൾ ചെമ്മീൻ അവിടെ കൃഷി ചെയ്യാൻ തുടങ്ങി. വെനാമി എന്നൊരു ചെമ്മീൻ. നിങ്ങൾ ഇന്ന് കിട്ടുന്ന എല്ലാ ചെമ്മീനും വെനാമി ആയിരിക്കും. നിങ്ങൾ ലോക്കലി കഴിക്കണതും വിദേശത്ത് പോകണവും. കഴിഞ്ഞ വർഷത്തെ ഇന്ത്യൻ എക്സ്പോർട്ട് എന്ന് പറയുന്നത് 68,000 കോടി രൂപയാണ്. 68,000 കോടി രൂപയിൽ മോർ ദാൻ 65% ആ ഒരൊറ്റ ചെമ്മീനിൽ നിന്ന് കിട്ടിയതാണ്. അവരാ സമയത്തിനനുസരിച്ച് അവർ ടേൺ ചെയ്തു. പക്ഷെ നമ്മളിപ്പോഴും ആ പഴയ സ്റ്റൈലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന് റോ മെറ്റീരിയൽ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ വന്നു. ഇന്ന് നമുക്ക് നെയ്മീനൊന്നും കേരളത്തിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ എക്സ്പോർട്ട് ചെയ്യാനേ പറ്റിയല്ല. കാരണം അതിലും വലിയ മാർക്കറ്റ് നമ്മുടെ ലോക്കൽ മാർക്കറ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ അതനുസരിച്ച് ടേൺ ചെയ്യേണ്ടിയിരുന്നു. നമ്മളത് ആ യു ടേൺ നമ്മളവിടെ എടുത്തില്ല. പക്ഷേ ആന്ധ്ര, ഒറീസയൊക്കെ വളരെ വിദഗ്ധമായി നടപ്പാക്കി. ഓക്കെ, സെക്കൻഡ് പേഴ്സൺ. എൻ്റെ പേര് ഡെനീഷ്, വീട് തൃശ്ശൂരാണ്. എനിക്കൊരു ക്വസ്റ്റ്യൻ തോന്നിയത്, നമ്മുടെ എല്ലാ ബിസിനസ്സുകാരും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കേരളത്തിലെ ഒത്തിരി വർഷങ്ങളായിട്ട് ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പരിധി വിട്ട് ആരും സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഫ്രഷ് ടു ഫാമിലി ആയാലും തോന്നിയത് ആ സ്കെയിലപ്പാണ്. ഒരു പരിധി വിട്ട് നമുക്ക് വളരാൻ പറ്റുന്ന രീതിയിൽ. അതിനുവേണ്ടി നമ്മുടെ ഇപ്പോൾ ഒത്തിരി ബിസിനസ്സുകാർ ഞങ്ങളിവിടെ ഉണ്ട്. എല്ലാവരും ആ ഇരിക്കുന്ന ഇത് വിട്ടിട്ട് മുകളിലോട്ട് ആരും കയറുന്നില്ല. ഇപ്പോൾ ഒരു ഷോപ്പാണെങ്കിൽ ഒരു ഷോപ്പ്, അല്ലെങ്കിൽ ഒരു സ്ഥലമാണെങ്കിൽ ഒരു സ്ഥലം. അത് വിട്ട് സ്കെയിലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിൻ്റെ ഒരു അഡ്വൈസാണ്.
എനിക്ക് തൃശ്ശൂരുകാർ ഭയങ്കര പേടിയാണ്. കേരളത്തിൽ തൃശ്ശൂരുകാരുടെ അടുത്ത് പോയി ബിസിനസ് സംസാരിക്കാനേ പറ്റിയില്ല. ആരടാ ഞങ്ങളെ കച്ചവടം പഠിപ്പിക്കാൻ പറ്റുന്ന ചോദിക്കുമാര്, മനസ്സിലായി. ഞാൻ അവരുടെ നിങ്ങളുടെ റോട്ടറി ക്ലബിൻ്റെ ഈ വർഷത്തെ ഉദ്ഘാടനം ഞാനായിരുന്നു. ഞാനിവിടെ വന്നപ്പോഴേ പറഞ്ഞു, തൃശ്ശൂരുകാർ എന്നോട് ക്ഷമിക്കണേ, നിങ്ങളൊന്നും ബിസിനസ് പഠിപ്പിക്കാൻ അല്ലേ. കേരളത്തിൽ നിങ്ങളെടുത്ത് നോക്കിയാൽ ബിസിനസ്സുകാരെ അറിയോ, നിങ്ങളുടെ മനസ്സിൽ തന്നെ എല്ലാ വലിയവനും അവിടുന്ന് തന്നെ. ലുലു അടക്കം, ചിറ്റിലപ്പള്ളി സാർ അടക്കം, കല്യാൺ, അവിടെ എത്ര ഹെലികോപ്റ്ററുള്ള വീടുണ്ട് അവിടെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിർമ്മല കോളേജിലെ ഒരു ക്ലാസ് എടുക്കാൻ പോയി. ഞാനും ജോയി സാറും ഉണ്ടായിരുന്നു, നമ്മുടെ ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ അവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ കാറ്, ജോയി സാറ് ഹെലികോപ്റ്ററിലാണ് വന്നത്. അപ്പോൾ സാറിനോട് ഞാൻ, സാറേ എത്ര സമയം വേണം അവിടെ? എനിക്ക് 20 മിനിറ്റ് കൊണ്ട് ഞാൻ വീട്ടിൽ ചെല്ലുമെന്ന് പറഞ്ഞു. ഞാൻ 20 മിനിറ്റ് കൊണ്ട് ഞാൻ മൂവാറ്റുപുഴ ടൗൺ പോലും കിടക്കിയല്ലേ. അതുകൊണ്ട് തൃശ്ശൂരുകാരെ പേടിയാണ്. പക്ഷേ സ്കെയിലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടേ വിവേകാനന്ദ സ്വാമി പറഞ്ഞൊരു വാചകമുണ്ട്, ആഴി പോലെ അഗാധവും അനന്താകാശം പോലെ വിശാലവുമായൊരു ഹൃദയം വേണം നമുക്ക്. നമ്മുടെയൊക്കെ അടിസ്ഥാന കാര്യം എന്നറിയോ, നമ്മൾ ഈ സാധനം വിട്ടുപിടിക്കില്ല. കുറച്ച് വിട്ടുകൊടുത്താൽ 51% താഴ്ത്തിട്ട് നമ്മൾ വിട്ടുപിടിക്കില്ല. ഇതൊക്കെ നമ്മുടെ പഴയ സങ്കല്പങ്ങളാണ്. നിങ്ങൾ തുറന്നു വിട്ട് ഈ സാധനത്തിന്. ഫ്ലിപ്കാർട്ട് അറിയാലോ അല്ലേ? ഫ്ലിപ്കാർട്ട് വിറ്റപ്പോൾ സച്ചിനും ബിന്നിക്കും, ബിന്നിയുടെ ഷെയർ എത്രയുണ്ടെന്നറിയാമോ? എത്രയുണ്ട്? എത്ര ശതമാനം ഉണ്ടെന്നറിയാമോ? ഫ്ലിപ്കാർട്ട് വിറ്റപ്പോൾ ബിന്നിയുടെ ഷെയർ 6.5% ഉള്ളൂ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും, അവൻ തുടങ്ങിയ കമ്പനിയിൽ അവന് 6.5% ഷെയറേ ഉള്ളൂ. പക്ഷെ ആ 6.5% അന്ന് അവന് കിട്ടിയത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആ വർഷം ഇൻകം ടാക്സ് അടച്ച ബിന്നിയാണ്, 1600 കോടി രൂപയാണ്. അവനും സച്ചിനും കൂടി തീരുമാനിക്കുമായിരുന്നു, ഞങ്ങളിത് വിട്ടുകൊടുക്കില്ല, ഇത് 100 ഞങ്ങൾ തന്നെ കഴിക്കുമെന്നവർ തീരുമാനിച്ചിരുന്നെങ്കിൽ അവരുടെ 100%-നും 1000 കോടി കിട്ടിയാലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ വിടരണമെങ്കിൽ, വളരണമെങ്കിൽ തുറന്ന് കൊടുക്കണം. ഇന്നത്തെ കാലം ഇപ്പം ഞങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഞങ്ങളുടെ കുറേ കമ്പനികളുണ്ട്. അവരൊന്നും ഇവിടെ വന്ന് ഞങ്ങളുടെ ഫ്രഷ് ഫോം പിടിച്ചുകൊണ്ട് പോകാൻ അവർക്ക് ഒരു താല്പര്യമില്ലെന്ന്. അവർക്ക് ഫ്രഷ് ഇവിടെ മീൻ കച്ചവടം നടത്താനല്ല അവർക്ക് നേരം, ഗൂഗിളിനും മൈക്രോസോഫ്റ്റിനൊക്കെ അവർക്ക് വേറെ ഒത്തിരി പണിയുണ്ട് അവിടെ. അതുകൊണ്ട് നമ്മൾ പഴയ ഒരു സങ്കല്പമുണ്ട്, 51% നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇതെല്ലാം പോകും, നമ്മുടെ കൈവിട്ടു പോകും. അങ്ങനെയൊന്നുമില്ല. ആ കാലമൊക്കെ മാറി. നമ്മളങ്ങ് തുറന്നു വിട്. നിങ്ങൾ കുറച്ചുകൂടി വികസിച്ചിട്ട് മനസ്സൊന്ന് വലുതാക്കിയിട്ടേ ആഴി പോലെ അഗാധമായി മനസ്സായിട്ടിരുന്നോ. വികസിക്കണമെങ്കിൽ നമ്മൾ വിട്ടുകൊടുക്കണം. വിട്ടുകൊടുക്കാൻ നമുക്ക് വളരാൻ പറ്റില്ല. നിങ്ങളൊന്നെങ്കിൽ ഇപ്പം നിങ്ങൾ ബാങ്കിൽ ലോൺ എടുത്തിട്ടായിരിക്കും ചെയ്യണം അല്ലേ? എത്ര രൂപ പലിശ കൊടുക്കുന്നുണ്ട്? നിങ്ങളതിൽ നിന്ന് 10-15% ഷെയർ കൊടുത്ത് ആരുടെ നിന്ന് പൈസ മേടിക്കുന്നത്? പലിശയിലെ കച്ചവടം ചെയ്യല്ല, പൈസ എവിടെ നിന്ന് കിട്ടുമെന്നാണ്. അതാണ് അടുത്ത ചോദ്യം. പൈസയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമ്മളുടെ ഒരു ചുരുങ്ങിയ മനസ്സുണ്ടെന്ന് അവർക്കൊക്കെ അറിയാം. അതുകൊണ്ടാണ് അവരൊന്നും ഇങ്ങോട്ട് കടന്നു വരാത്തത്. ഇഷ്ടംപോലെ ആൾക്കാർ പൈസ ആയിട്ടിരിപ്പുണ്ട്. നിങ്ങളല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിനെ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഫോമിലാക്കണം. എന്തെങ്കിലും പ്രത്യേകത കൊണ്ടുവന്ന് സ്റ്റാർട്ടപ്പ് ഫോമിലാക്കുക. സ്റ്റാർട്ടപ്പ് മിഷനിൽ പോയി രജിസ്റ്റർ ചെയ്യുക, നിങ്ങളുടെ ഐഡിയ പിച്ച് ചെയ്യുക, അപ്പോൾ വരും പൈസ. നമ്മളെപ്പോഴും ബാങ്കിനെ ആശ്രയിച്ച് ലോൺ എടുത്ത് ഇൻട്രസ്റ്റ് കൊടുത്ത് പഠിച്ചവരായിപ്പോയി നമ്മൾ. അതാണ് ഇപ്പം ഞാൻ പറയുമ്പോൾ, ഞാൻ നിങ്ങളെക്കാളും വലിയ ആളായിട്ടല്ല കേട്ടോ, ഞാനും ഇതൊക്കെ ചെയ്ത ആളാണ്. പക്ഷെ നമ്മളതിൻ്റെ മറ്റൊരു ലോകം മനസ്സിലാക്കിയപ്പോഴാണ് നമുക്കിതല്ലാത്തൊരു ലോകം അപ്പുറത്തുണ്ട്. മീൻ കച്ചവടം ചെയ്തിട്ടിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാമെങ്കിലാണ് പിന്നെ നിങ്ങളൊക്കെ ചെയ്യുന്നത്. എന്ത് ബിസിനസ് ചെയ്യണം? ട്രാവൽസും ടൂറിസത്തിനൊക്കെ ഇന്ന് ഭയങ്കര കാലമാണ്. മീൻ കച്ചവടം ചെയ്താലും ഇതൊക്കെ കൊണ്ടുവരാമെങ്കിൽ പിന്നെ ഏത് കച്ചവടത്തിനാണ് കൊണ്ടുവരാൻ പറ്റാത്തത്? നമുക്കിതിനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെന്ന്. ഇപ്പോൾ നമ്മളെപ്പോലെ മറ്റേ ആധാരം ബാങ്കിൽ കൊണ്ട് പണയം വെച്ചിട്ട് 1000-10,000 രൂപയായിട്ട് വന്നിരിക്കുന്നവരല്ല ഇൻവെസ്റ്റ് ചെയ്യാനിരിക്കുന്നത്. ഞങ്ങളുടെ 3rd റൗണ്ട് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്ന അമേരിക്കൻ കമ്പനിയുടെ ഫണ്ടിങ് എത്രയാണെന്നറിയോ? $1 ട്രില്യൺ. ഇത്രയും പൈസ ഉണ്ടോ അവർക്ക്? എന്തിനായി പൈസ? അവർക്ക് ആകെ വേണ്ടത് ഈ പൈസ നിക്ഷേപിക്കാൻ ഒരു സ്ഥലം വേണം. 100 രൂപ നിക്ഷേപിച്ചാൽ അവരുടെ എഗ്രിമെൻറ്റ് 3 വർഷം 5 വർഷം ഉണ്ട്. അത് കഴിയുമ്പോൾ 100 എന്നുള്ളത് 200 രൂപയ്ക്ക് തിരിച്ചു പോകണം. അത്രേ അവർക്ക് ആവശ്യമുള്ളൂ. അല്ലാതെ അവർക്ക് നിങ്ങളുടെ കമ്പനി നടത്താനോ കമ്പനി പിടിച്ചുകൊണ്ട് പോകാനോ അവർക്ക് സമയമില്ല. അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടി തുറന്ന മനസ്സോടെ നമ്മുടെ കുറച്ച് ഷെയറൊക്കെ പുറത്ത് കൊടുക്കാം, എനിക്ക് വളരണം, വലുതാവണം എന്നൊരു ഇതിൽ മുന്നോട്ട്. അതുകൊണ്ട് ഇപ്പം നമ്മുടെ ലുലു ഇല്ലേ, ലുലു പണ്ട് സാർ ഒറ്റയ്ക്ക് പുള്ളിയുടെ മുഴുവൻ ശതമാനം പുള്ളിയിലായിരുന്നു. ഇന്ന് പുള്ളിയുടെ ഒരു ലുലുവിലും പുള്ളിയുടെ 100% ഷെയർ ഇല്ല. അറിയാലല്ലേ? ദുബായിലൊക്കെ ഉണ്ട് 15%, 16% അദ്ദേഹത്തിനുള്ളൂ. അപ്പോഴാണ് പുള്ളി വളർന്നത്. അല്ലാതെ മുഴുവൻ പുള്ളിയുടെ കയ്യിലായിരുന്നു. പുള്ളി ഇരുന്ന് പുള്ളിക്ക് വളരാൻ പറ്റിയല്ലോ. പുള്ളിക്ക് ആ ഒരു പോയ വഴി കൂടി പോയാനെ പുള്ളി. ലുലുവിൽ അവരിപ്പോൾ അവിടുത്തെ രാജകുടുംബത്തിനകത്ത് ഏറ്റവും കൂടുതൽ ഷെയർ ഉള്ള അവിടെ. പക്ഷെ ലുലു പുള്ളിയുടെ എന്ന് അവർക്ക് കച്ചവടം നടത്താനില്ല. അവർ രാജകുടുംബത്തിന് നേരെ, അവർക്ക് അതിന് നേരമൊന്നുമില്ല. അതൊക്കെ പുള്ളി നോക്കി നടത്തിക്കോണം, ചെയ്തോണം എന്ന് പറഞ്ഞ മാതിരി നമ്മൾ നമ്മുടെ ഷെയറുകളെ
നമ്മുടേതായെന്ന് പറയും നമ്മുടെ സ്വന്തങ്ങളെ നമ്മൾ കുറച്ച് വിഭജിക്കാനും വീതിക്കാനും നമ്മൾ തയ്യാറാവണം. അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ കൂടി നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. പാർട്ട്നേഴ്സിനെ കണ്ടെത്തുമ്പോൾ ഞാൻ ഇപ്പോൾ ഈ കൂട്ടത്തിൽ അതുകൂടി പറയാം. പാർട്ട്നേഴ്സിനെ എപ്പോഴും കണ്ടെത്തുമ്പോൾ കണ്ടെണ്ടത് എനിക്കെന്തിനാണോ പോരായ്മ, ഇല്ലേ, എൻ്റെ പോരായ്മ നികത്തുന്നവനായിരിക്കണം എൻ്റെ പാർട്ണർ. ഇപ്പം എൻ്റെ കൂടെ കൂടുന്നവൻ ഒരു മീൻ കച്ചവടക്കാരൻ എന്നോട് കൂടിയിട്ട് ഒരു കാര്യമില്ല, കാരണം എനിക്കറിയാം മീൻ കച്ചവടം. അപ്പോൾ ഒരു വേറൊരു മീൻ കച്ചവടക്കാരൻ വന്നിട്ട് എനിക്കൊരു കാര്യമില്ല. പക്ഷേ എനിക്ക് ടെക്നോളജി അറിയാവുന്ന ഒരാളെ വേണമായിരുന്നു. അങ്ങനെ ഒരാൾ എൻ്റെ കൂടെ കൂടിയത് കൊണ്ട്, എൻ്റെ പോരായ്മയെ നികത്തുന്ന പാർട്ണർ എൻ്റെ അടുത്ത് വന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഫ്രഷ്. ഞാൻ എപ്പോഴും പറയും, എപ്പോഴാണോ മാർക്കറ്റും കോർപ്പറേറ്റും കൂടി കണ്ടുമുട്ടിയത് അപ്പോഴാണ് ഫ്രഷ് ഹോം ഉണ്ടായത്. അപ്പം നമ്മുടെ പോരായ്മയെ നികത്തുന്ന ഒരാളെ നമ്മൾ പാർട്ട്നേഴ്സായി കൊണ്ടുവരണം. അങ്ങനെ വരുമ്പോൾ അവർ വെറുതെ വരികയല്ല, അവർക്ക് നമ്മളുടെ കയ്യിലിരിക്കുന്ന നമ്മളുടേതെന്ന് നമ്മൾ അഭിമാനിക്കുന്ന ശതമാനങ്ങൾ അവർക്ക് കൊടുക്കണം. അങ്ങനെ നിങ്ങൾ ഒന്ന് വളർന്ന വേറൊരു തലത്തിലും ചിന്തിച്ചാൽ മതി, അപ്പം വളർന്നു പോലും കയറിപ്പോരും. സ്കെയിലപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ, അല്ലാണ്ട് നമുക്ക് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റില്ല. പ്രോബബ്ലി ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സാർ നമസ്കാരം, എൻ്റെ പേര് നിതിൻ എന്നാണ്. ഞാൻ റേസ് ടു എക്സലൻസ് എന്ന് പറയുന്ന ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് കമ്പനിയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറാണ്. ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത് സാർ ഈ ടീമുകൾ എങ്ങനെയാണ് ബിൽഡ് ചെയ്തത് എന്നുള്ളതാണ്. സാറിൻ്റെ ഏറ്റവും വലിയൊരു കഴിവായിട്ട് ഞാൻ സാറിൻ്റെ ഇൻ്റർവ്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ സാറ് ഒരു നല്ല ടീമിനെ സാറിന് ബിൽഡ് ചെയ്യാൻ പറ്റി. അപ്പം ആ പ്രോസസ്സ് എങ്ങനെയായിരുന്നു? ആദ്യകാലങ്ങളിലൊക്കെ അത് വളരെ സ്ട്രഗിൾ ആയിരിക്കുമല്ലോ. അപ്പം അവരെങ്ങനെ റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു? എങ്ങനെയാണ് അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ സാർ എങ്ങനെയാണ് അത് ഉറപ്പ് വരുത്തിക്കൊണ്ട് പോകുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇതിന് പ്രത്യേകിച്ച് ഈ ജേണിയിൽ സാറിന് ആദ്യകാലങ്ങളിൽ ഈ ടീമിനെ റീറ്റെയിൻ ചെയ്യാനൊക്കെയുള്ള സ്ട്രഗിൾസ് ഉണ്ടായിരുന്നോ? അതിന് എന്താണ് അതിനകത്തൊരു സക്സസ് പ്ലാൻ എന്തായിരുന്നു എന്ന് അറിഞ്ഞാൽ കൊള്ളാം. താങ്ക് യു. നമ്മുടെ ബിസിനസ്സിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും സുഖകരമായും സന്തോഷമായി നമുക്കിരിക്കാവുന്ന നമുക്കൊരു ടീം ഉണ്ടാകുമ്പോഴാണ്. പക്ഷേ ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നതും ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നതും ടീമിനെ ക്രിയേറ്റ് ചെയ്യാനാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ ഞങ്ങളുടെ അതിനകത്ത് ഇപ്പോഴത്തെ കാലത്ത് ടീം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്നതിനപ്പുറത്ത് ടെക്നോളജിയും കൂടി നിങ്ങൾ കൊണ്ടുവരണം. അങ്ങനത്തെ രണ്ടും കൂടി ജോയിൻ ചെയ്താണ് നമ്മൾ ആ ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ. ആ ടീമിനെ ക്രിയേറ്റ് ചെയ്യുന്നിടത്ത് എവിടെയൊക്കെ നമുക്ക് ടെക്നോളജി കൊണ്ടുവരാവോ അതെല്ലാം നമ്മളെ വലിയ രീതിയിൽ സഹായിക്കും. പിന്നെ നമ്മളൊരു 10 പേരെ ഒരു കാര്യത്തിന് വെച്ചെന്ന് വരും, ഒരു 6 മാസത്തിനുള്ളിൽ അതിൽ 8 പേരെ നമ്മളെടുത്ത് പുറത്തു കളയേണ്ടി വരും. ഒരു സംശയം വേണ്ട, 2 പേരെ നമുക്ക് അതിനകത്ത് കിട്ടുള്ളൂ. അങ്ങനെ നമ്മളൊരു 2 വർഷം കൊണ്ടേ എൻ്റെ നോട്ടത്തിൽ ഓരോ സെക്ഷനിൽ ഒരു ടീമിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ടീം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നത്തെ കാര്യം എന്താണെന്നറിയോ? നല്ല കഴിവുള്ളവരെയാണല്ലോ നമ്മൾ വെട്ടും കളഞ്ഞ് ബാക്കി 2 എടുത്തത് നല്ല കഴിവുള്ളവരായിരിക്കും. ആ 2 കഴിവുള്ളവർ നമ്മുടെ കൂടെ നിൽക്കണമെന്നതാണ് പിന്നത്തെ കാര്യം. ഇന്ന് ഇഷ്ടം പോലെ അവസരങ്ങളാണ് അവർക്ക് നമ്മളില്ലെങ്കിൽ അടുത്ത സാലറി കൂട്ടുന്ന അടുത്തേക്ക് ചാടും. അപ്പോൾ അവർ ചാടാതെ ഇരിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? അവന് തോന്നണം ഇതെൻ്റെ കമ്പനിയാണെന്ന്. ഫ്രഷ് ടു ഹോമിൻ്റെ കേരളത്തിലോ ഇന്ത്യയിലോ ഏത് സ്ഥലത്തും നിങ്ങൾ ചെന്നിട്ട് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ജോലിക്കാരെ തിരക്കിക്കോ, അവരെല്ലാവരും ഞങ്ങളുടെ ഷെയർ ഹോൾഡേഴ്സാണ്. എല്ലാവരും കേരളത്തിലെ 4-5 പേര് ഞങ്ങളുടെ ഷെയർ ഹോൾഡറാണ്. ഞങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന നമ്മുടെ മെയിൻ മാനേജേഴ്സ് ആയിട്ടുള്ളവർ. അവർ നമ്മൾ വരമ്പര ഷെയർ കൊടുക്കുമല്ല, നമ്മളൊരു ഈ പറഞ്ഞ മാതിരി ടീമിലിട്ട് അതിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത് നമുക്ക് പറ്റും, ഈസ് ആൻ അസറ്റ് ഫോർ അസ് എന്ന് കണ്ടെത്തുന്ന ആൾക്കാർക്ക് നമ്മൾ ഷെയർ കൊടുക്കും. ഇപ്പോൾ അവരുടെയും കൂടി കമ്പനി വളരേണ്ട അവരുടെയും കൂടി ആവശ്യമാണ്. വാല്യുവേഷൻ കൂടേണ്ടത് അവരുടെ കൂടി ആവശ്യമാണ്. അവരൊന്നും ഞങ്ങളുടെ കേരളത്തിൻ്റെ ചീഫ് വന്നിട്ട് ഇപ്പോൾ 6 വർഷം ഇതുവരെ പോയിട്ടില്ല. ഒരുപക്ഷെ ഞങ്ങൾ ഷെയർ കൊടുക്കാതെ തന്നെ ഇരുന്നെങ്കിൽ അദ്ദേഹം 2 വർഷത്തിനുള്ളിൽ അടുത്തടുത്ത് ചാടിയാനെ. അതുകൊണ്ട് നമ്മളെപ്പോഴും അങ്ങനത്തെ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ കുറേ സമയം എടുക്കും. കുറേ സമയം കൊണ്ട് നമുക്കൊരു ടീമിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഉണ്ടാക്കിയെടുത്താൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മളവരെ നിലനിർത്താനാണ്. ഇവൻ നമുക്കൊരു മുതലാണെന്ന് കണ്ടാൽ പിന്നെ അവനെ വിടരുത്. ചിലപ്പോൾ അവൻ നമ്മൾ P യൂണിറ്റ് ആയിരിക്കും എടുക്കുന്നത്, പക്ഷേ അവൻ നമുക്കൊരു മുതലാണെന്ന് കണ്ടാൽ അവൻ വിടരുത്. ഇന്നത്തെ കാലത്ത് ഇഷ്ടം പോലെ ചാൻസ് ഉണ്ട് അവർക്ക്, മനസ്സിലായി, കഴിവുള്ള പിള്ളേർക്ക് ഇഷ്ടം പോലെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരാളെ കിട്ടിയാൽ നമ്മൾ അവനെ നിലനിർത്തേണ്ടവനാണെങ്കിൽ നമ്മൾ ഏത് തരത്തിലും അവനെ നിലനിർത്തണം. ടീം ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടാണ് നമ്മൾ കണ്ടെത്തിയ ടീമിനെ നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. സാറിൻ്റെ ഈ ബിസിനസ്സിൽ AI ഒക്കെ സാർ മാക്സിമം ഉപയോഗിക്കുന്നുണ്ടോ? ഇപ്പം സാർ പറഞ്ഞ ടെക്നോളജി സാറിന് ടീമിലൊരു ടീം പ്ലെയർ ആണെന്ന് പറയുമ്പം AI-യിലൊക്കെ സാറ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ? അത്തരം കാര്യങ്ങളിലൊക്കെ ടീം ബിൽഡ് ചെയ്യുന്നതിലൊക്കെ അതിലും ഉപയോഗിക്കുന്നുണ്ടോ? ഇന്ന് ഏപ്രിൽ 16-ാം തീയതിയാണ് 2026. 2027 ഏപ്രിൽ 16-ന് കൊച്ചിൻ ഹാർബറിൽ എന്തെല്ലാം മീൻ വരും എന്ന് പറയാൻ പറ്റുമോ? 2027 ഏപ്രിൽ 16 രാവിലെ ഞാൻ പറയാം. ഞാൻ പറയുന്നതിൽ ഒരു 80% 90% ശരിയായിരിക്കും. ഡേറ്റ
ദാറ്റ് ഈസ് ഫ്രം ഡാറ്റ ക്രിയേറ്റ് ബൈ AI. ഡാറ്റ നമ്മൾ അവന് ഫീഡ് ചെയ്യും, അവനാണ് ഇങ്ങോട്ട് പറയുന്നത്. ഞങ്ങൾ അടുത്ത മാസം ഏതെങ്കിലും പ്രൊഡക്റ്റിലാണ് ഒരു സാധനം കൊണ്ടുവരേണ്ടതെങ്കിൽ, ഇപ്പോൾ ഒരു സ്കീം ഇറക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ പറയാം അടുത്ത മാസം ഏത് പ്രൊഡക്റ്റിൽ കൊണ്ടുവന്നാൽ നമുക്ക്, ഇപ്പം നിങ്ങളുടെ പ്രൊഡക്റ്റ് പോലെ അല്ല ഇത്, കടലിൽ നിന്ന് കിട്ടിയാലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഏകദേശം ഒരു 90% ശരിയായിരിക്കും ആ പ്രോഡക്റ്റ് അടുത്ത മാസം ഉണ്ടാവും. ദാറ്റ് ഇസ് വി ആർ ക്രിയേറ്റിംഗ് ഫ്രം അവർ ഹിസ്റ്റോറിക് ഡാറ്റ. ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഒരു ആപ്പിലൂടെയാണ്. അത് നിങ്ങൾക്കറിയോ? അറിയാമോ? നിങ്ങളിന്ന് കാണുന്ന ഫ്രഷ് ഷോവിൻ്റെ ആപ്പല്ല, അല്ലാത്തൊരു ആപ്പ് ഉണ്ട്. ഞങ്ങളുടെ പ്രൊക്യൂർമെൻ്റ് ആപ്പ് വഴിയാണ്. ആ ആപ്പിലൂടെയാണ് ഞങ്ങൾ ഇന്ത്യയിലെ ഏകദേശം 125 കടപ്പുറങ്ങൾ ഒരു ദിവസം കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നും ഞങ്ങൾ അതിൽ 86 കടപ്പുറങ്ങളിൽ നിന്ന് സാധനം വാങ്ങി. അപ്പോൾ അത്രയും കടപ്പുറങ്ങളിൽ നിന്ന് സാധനം വാങ്ങാൻ പറ്റുന്നത് മാനുവലായിട്ടാണെങ്കിൽ എനിക്ക് 5-10 കടപ്പുറങ്ങൾ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്താണ് 3 മണിക്കൂർ മാത്രം ഉറങ്ങിയിരുന്നത്. ഇന്ന് 86 കടപ്പുറങ്ങളിൽ നിന്ന് വരുന്നുണ്ടെങ്കിലും ഞാൻ സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അത് നമ്മുടെ ഡാറ്റയിൽ നിന്ന് AIയുടെ സഹായത്തോടെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ആപ്പാണ്. ആപ്പിലൂടെയാണ് ഇന്നത്തെ പ്രൊക്യൂർമെൻ്റ് എല്ലാം നടക്കുന്നത്. മീൻ കച്ചവടത്തിൽ പ്രൊക്യൂർമെൻറ്റിനകത്ത് ടെക്നോളജി കൊണ്ടുവരാമെങ്കിൽ പിന്നെ എന്ത് കച്ചവടത്തിനും കൊണ്ടുവരാം. ഇവിടെ കളമശ്ശേരി അപ്പുറത്തൊരു സ്റ്റാർട്ട് മിഷൻ്റെ ഓഫീസുണ്ട്. നല്ല പ്രൊഫഷണൽ രീതിയിൽ പോകുന്നുണ്ട് സ്റ്റാർട്ട് മിഷൻ, പ്രത്യേകിച്ച് കേരളത്തിൽ. അവിടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുള്ളൊരു താല്പര്യം അവരെ അറിയിച്ചാൽ അവർ എല്ലാ സ്റ്റാർട്ടപ്പിൻ്റെ പിള്ളേരും വന്ന് ഐഡിയ പിച്ച് ചെയ്യണമെന്ന് പറയും. പിച്ച് ചെയ്യുന്ന മീറ്റിങ്ങുകളിലേക്ക് നമ്മൾ വിളിക്കും. അപ്പം നിങ്ങൾക്ക് അവർ പറയുന്നത് അവരുടെ സങ്കല്പങ്ങൾ, അവരെന്താണ് നാളേക്ക് പ്രതീക്ഷിക്കുന്നത്, ഇപ്പോൾ അവരെവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഓരോരുത്തരും അവതരിപ്പിക്കും. അതിൽ നിന്ന് നമുക്ക് താല്പര്യം തോന്നുന്ന, അത് കൊള്ളാം എന്ന് നമുക്ക് തോന്നുന്നു. ഇനി നമുക്ക് സ്വന്തമായി അതിനെ പഠിച്ച് പറയാൻ പറ്റുന്നില്ലെങ്കിൽ അത് പഠിച്ച് പറയുന്ന ടീമുണ്ട് അവിടെ, നമുക്ക് അവരെ ഡിപ്പെൻഡ് ചെയ്യാം. എന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത് അത്തരം ഒരു കമ്പനിയുണ്ട്, പല കമ്പനികളുണ്ട്. അത്തരം കമ്പനികളിൽ നിക്ഷേപിച്ചാൽ ആ കമ്പനി ആയിരിക്കും ഏത് സ്റ്റാർട്ടപ്പ് അവർ കൊണ്ടായി നിക്ഷേപിച്ച് പലയിടത്തായി നിക്ഷേപിച്ചിട്ട് നഷ്ടവും ലാഭവും ഉണ്ടാകും കേട്ടോ. അത് 100% ശരിയാണ്. പക്ഷേ 100 എണ്ണത്തിൽ നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് ഒരെണ്ണം രക്ഷപ്പെട്ടാൽ മതി, അത് മതി. അങ്ങനെ സ്റ്റാർട്ടപ്പ് മിഷനുമായി ബന്ധപ്പെട്ടാൽ ഇന്ന് ഒത്തിരി സ്റ്റാർട്ടപ്പുകൾ നിക്ഷേപിക്കാനുള്ള നമുക്ക് നിക്ഷേപിക്കണമെന്നില്ല, നമുക്ക് പോയിരുന്ന് കേൾക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അവരോട് പേഴ്സണൽ മീറ്റിംഗ് നടത്താം, ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ ആലോചിക്കാം. നമുക്ക് കേൾക്കാനും നമുക്ക് പറയാനും സംശയങ്ങൾ ചോദിക്കാനും അവരെ ഒറ്റയ്ക്കിരുന്ന് മാനേജ് ചെയ്യാനും അവിടെ എല്ലാ സൗകര്യമുണ്ട്. അവിടെ നമുക്കിരുന്ന് അവരോട് സംസാരിച്ച് ചെയ്യേണ്ട അതിനെല്ലാം ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാവുന്നത് ഇപ്പോൾ കേരളത്തിൽ സ്റ്റാർട്ടപ്പ് മിഷനാണ്. എൻ്റെ പേര് ആൻഡോ എന്നാണ്. ഞങ്ങൾ ഗൗഡഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു അഡ്വർടൈസിങ് ഏജൻസി ചെയ്യാം. സാറിൻ്റെ അടുത്ത് നിന്ന് വളരെ പേഴ്സണലി ചോദിക്കുകയാണ്. സാറ് ഫെയ്ത്തിൻ്റെ 2 എക്സ്ട്രീം പറഞ്ഞു. ഒന്ന് സാറിൻ്റെ കുട്ടിക്കാലത്ത് സാറിൻ്റെ ആ ഒരു മലകളെ മാറ്റാനുള്ള വിശ്വാസം ഇല്ലായ്മ, അതിന്ന് ഫെയ്ത്തിൻ്റെ ഏറ്റവും എക്സ്ട്രീം ഒരു 2 കാര്യങ്ങൾ സാർ പറഞ്ഞു. ഇത് തീർച്ചയായിട്ടും സാറിൻ്റെ ലൈഫിൽ നിന്നാണ് സാർ ഇത് ഷെയർ ചെയ്തെന്ന് തോന്നുന്നു. ഞങ്ങളുടെ അടുത്ത് സാറിൻ്റെ ഒരു ഫെയ്ത്ത് എക്സ്പീരിയൻസ് അതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? അതുപോലെ എങ്ങനെയാണ് ഇത്രയും ബോൾഡായിട്ട് സാറിൻ്റെ ഒരു ഫെയ്ത്ത് പ്രൊക്ലെയിം ചെയ്യാൻ പറ്റുന്നത്? എന്തിനും നമ്മൾ ഇറങ്ങിയാലും ഇല്ലേ, നമുക്ക് എവിടെയെങ്കിലും ഒരു ആശ്രയം വേണം അല്ലേ? ചിലപ്പോൾ ഈശ്വരവിശ്വാസി അല്ലാത്തവർ നമ്മൾ പറയുന്നതിന് വേണേൽ കളിയാക്കാം, പക്ഷെ നമുക്കൊരു ആശ്രയം വേണം. അത് ഞാൻ നമ്മൾ കരുണാകരൻ്റെ കാര്യം പറഞ്ഞവർ, അദ്ദേഹത്തിന് അതായിരുന്നുവെങ്കിൽ ഞാനൊരു CLCയിലൂടെ വളർന്നു വന്ന ആളാണ്. CLC അറിയാലോ അല്ലേ? CLCയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് അതിരൂപതയിലെ പാസ്റ്റർ കൗൺസിൽ മെമ്പറൊക്കെ ആയിരുന്നു. അപ്പോൾ CLCയിലൂടെ വന്നു പോയത് കൊണ്ട് തന്നെ ഞാൻ മാതാവിൻ്റെ ആളാണ്. എനിക്ക് എൻ്റെ വീട്ടിൽ മാതാവിനെ മാത്രം വയ്ക്കുന്ന ഒരു ചെറിയ എൻ്റെ ബെഡ്റൂമിലൊരു സ്ഥലമുണ്ട്. ആ മാതാവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ദിവസവും രാവിലെയും വൈകുന്നേരവും കിടക്കാൻ നേരത്തെ അവിടെ പ്രാർത്ഥിക്കും. ഞാൻ എവിടെ യാത്രയാണ് ശരി. ഇപ്പം ഇന്നലെ ഞാൻ ആൻഡമാനിൽ നിന്ന് മിനിഞ്ഞാന്ന് വന്നു. പോകുമ്പോൾ ആ മാതാവിൻ്റെ ഒരു ചെറിയ രൂപമുണ്ട്, ആ രൂപം ഞാൻ എടുത്തുകൊണ്ട് പോകും. ഇത് വേണമെങ്കിൽ കേൾക്കുന്നവർക്കൊരു വിശ്വാസം ഇല്ലാത്ത ആൾക്ക് എന്നെ കളിയാക്കാം, പിന്നെ അയാൾ വല്ല പണിയുണ്ടാകും. അത് എൻ്റെ മനസ്സിന് എനിക്ക് തരുന്നൊരു ബലമുണ്ടെന്നേ, അത് ഞാനാണ് തീരുമാനിക്കുന്നത്. അത് വേറൊരാൾക്ക് എനിക്ക് തരാൻ പറ്റിയില്ല. എനിക്കെൻ്റെ മാതാവ് തരുന്ന ബലം വേറെ ഒരു മനുഷ്യൻ ലോകത്ത് എനിക്ക് തരാൻ പറ്റിയില്ല. അപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ചിലപ്പം നമ്മുടെ ഇടവക പള്ളിയിലെ പുണ്യാളനായിരിക്കാം, അല്ലെങ്കിൽ ഈശോ ആയിരിക്കും. അത് ഓരോരുത്തർക്കും ഓരോ. എനിക്ക് മാതാവിൻ്റെ അടുത്തുള്ളൊരു ബലവും മാതാവിനോട് പറഞ്ഞാൽ നടക്കുമെന്ന അടിയുറച്ചൊരു വിശ്വാസവും എനിക്ക് തരുന്നുണ്ട്. അത് ഞാൻ എപ്പോഴും എനിക്ക് ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ അത് ഇപ്പോഴും തുടരുകയാണ്. അതിനകത്ത് ആർക്കും എന്നെ ഇതിനോട് താല്പര്യമില്ലാത്തവർക്ക് എന്നെ കളിയാക്കാം, അല്ലെങ്കിൽ നീ മണ്ടനാണ്, ഇത്രമേൽ ബിസിനസ്സുകാരനായിട്ട് ഇത്തരം മണ്ടത്തരം ചെയ്യുന്നത് വേണം ചോദിക്കാം. അതൊന്നും പ്രശ്നമില്ല. പക്ഷേ എനിക്ക് തരുന്നൊരു പോസിറ്റീവ് ഉണ്ട് അവിടുന്ന്. ആ സ്ട്രെങ്ത് എനിക്ക് കിട്ടുന്നത് അവിടുന്നാണ്. അതുകൊണ്ടാണ് ഞാൻ മാതാവിൻ്റെ ഭക്തനാണെന്ന് പറയുന്നത്.
ഒരുപക്ഷെ നിങ്ങൾക്ക് വേറൊരാളായിരിക്കാം, അല്ലെങ്കിൽ വേറൊരു വിശുദ്ധനായിരിക്കാം, അല്ലെങ്കിൽ വേറൊരു ഇടവകയിലെ വികാരി ഒരു വിശുദ്ധനായിരിക്കും. അത് പലർക്കും ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. അതുകൊണ്ട് ഞാൻ മാതാവിൻ്റെ ആളാണ്. മാതാവിൻ്റെ ഭക്തിയിൽ CLCയുടെ വളർന്നുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ ഉണ്ടായത്. അതുകൊണ്ട് ഞാൻ എന്തുണ്ടെങ്കിലും എന്ത് പ്രശ്നമാണെങ്കിലും മാതാവിനോട് പറയും. അതിൽ നിന്ന് കിട്ടുന്ന ഒരു ധൈര്യമുണ്ട്. അതിൽ നിന്ന് ചിലപ്പോൾ അത് കാര്യം നടക്കാതിരിക്കാം. പക്ഷേ എൻ്റെ മനസ്സിൽ അത് പറഞ്ഞു കഴിയുമ്പോൾ എനിക്കുണ്ടാകുന്നൊരു ആത്മവിശ്വാസമുണ്ട്. ഇത് ഞാൻ നടക്കും, ഇത് നടത്തിയെടുക്കും, ഇത് നടത്താൻ പറ്റും, മാതാവിൻ്റെ കൂടെയുണ്ട് എന്നൊരു ഫീലിംഗ് എനിക്കുണ്ടാകുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ കേൾക്കുന്നവർക്ക് അതിനെ പല രീതിയിൽ വേണം എടുക്കാം നിങ്ങൾക്ക്. പക്ഷേ എൻ്റെ ഒരു ധൈര്യമാണ് ഞാൻ പറഞ്ഞത്.